നമ്മുടെ ഈ പരിപാടി ഏറെ പ്രശസ്തമായ KICR കേരള ഇസ്ലാമിക് ക്ലാസ് റൂം വഴി വിദേശ രാജ്യങ്ങളിലുള്ള തൽപരരായ മുഴുവൻ ആളുകൾക്കും നേരിട്ട് കാണാനും നേരിട്ട് കേൾക്കാനും സൗകര്യം ചെയ്തിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളുടെ മുമ്പിൽ ഇതിന് സജ്ജീകരണവുമായി അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ദഅവത്തിൻ്റെ ഒരു ഭാഗമായി ആരും പ്രത്യേക പ്രതിഫലം നൽകാതെ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട സുഹൃത്താണ് ഇസ്ഹാഖ് സാഹിബ് മഞ്ചേരി. അദ്ദേഹമാണ് ഇവിടെ ഈ പരിപാടി ലൈവായി നൽകുന്നത്. ഞാനിത് പറയാൻ കാരണം, അദ്ദേഹത്തെ പോലെ വളരെ സജീവമായി അതിലേറെ നമ്മുടെ ഈ മേഖലയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ വേറെയും ചെയ്യുന്ന ഈ ഒരു 4-5-6 ആളുകളുടെ കൂട്ടത്തിൽ ഒന്നാമനായി എണ്ണപ്പെടാവുന്ന മാന്യദേഹമാണ് സയ്യിദ് നൂറുദ്ദീൻ തങ്ങൾ കൊടുഞ്ഞി. തങ്ങൾ അവരുടെ നിക്കാഹ് ഇപ്പം അടുത്ത് കഴിഞ്ഞേ ഉള്ളൂ. ഒരു ബൈക്ക് ആക്സിഡന്റിൽ പെട്ട് കയ്യിൻ്റെ ചില ഭാഗങ്ങളൊക്കെ പൊട്ടി പെരിന്തൽമണ്ണ അൽഷിഫയിൽ ചികിത്സയിലാണ്. ഒന്ന് വേദനയൊക്കെ ശമിച്ച് അല്പം ഒന്ന് മുറിവൊക്കെ ഉണങ്ങിയ ശേഷമാണ് ഓപ്പറേഷൻ ചെയ്യാൻ തന്നെ മാറ്റി വച്ചിരിക്കുകയാണ്. ഇത് ക്ലാസ് റൂം വഴി പ്രക്ഷേപണം ചെയ്ത പരിപാടിയായതുകൊണ്ടാണ് പറയുന്നത്. ഇവിടെയുള്ള നമ്മുടെ സഹോദരന്മാരും സഹോദരിമാരും, ഒന്ന് തങ്ങളാണ്, മറ്റൊന്ന് നമ്മുടെ ദീനിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഓടി ചാടി ഈ ബൈക്ക് ഉപയോഗിച്ച് നടക്കുന്ന ആളാണ്. വലിയ സാമ്പത്തിക പിൻബലമൊന്നും ഇവർക്ക് ആർക്കുമില്ല. ബഹുമാന്യരായ എൻ്റെ സ്നേഹസമ്പന്നരായ വിദേശ രാജ്യങ്ങളും സുഹൃത്തുക്കളും, അദ്ദേഹത്തിൻ്റെ വേദന പെട്ടെന്ന് കുറഞ്ഞു കിട്ടി, വിജയകരമായി ഓപ്പറേഷൻ പൂർത്തിയാക്കി, പൂർണ്ണ ആരോഗ്യം തിരിച്ചു കിട്ടി. എത്രയും വീണ്ടും കർമ്മനിരതരാകാനുള്ള തൗഫീഖിന് വേണ്ടി ദുആ ചെയ്യണം. റബ്ബ് സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വേഗത്തിൽ ഷിഫാഇനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ദീനിനും അള്ളാഹുവിൻ്റെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അദ്ദേഹം ചെയ്ത ഖിദ്മത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു അദ്ദേഹത്തിന് എത്രയും വേഗം സലാമത്തിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആമുഖമൊന്നും കൂടാതെ നേരിട്ട് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ദീൻ ഇസ്ലാം മാത്രമാണ് സത്യദീൻ എന്ന കാര്യത്തിൽ എനിക്കും നിങ്ങൾക്കും ആർക്കും തർക്കമില്ല. ആ സത്യദീനിന്റെ പേരിൽ ഒരൊറ്റ വിഭാഗമാണ് ഇന്ന് പ്രവർത്തിക്കുന്നതെങ്കിൽ നമുക്ക് ആ വിഷയം തന്നെ ചർച്ചക്കെടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ വിവിധ കക്ഷികൾ നമ്മുടെ നാടുകളിൽ ഈ ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ആ സത്യം മറച്ചു വെക്കാൻ കഴിയില്ല. എല്ലാ കക്ഷികളും സത്യവിഭാഗമാണെങ്കിൽ നമുക്കിതൊരു വിഷയാക്കി എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എല്ലാ വിഭാഗവും സത്യവിഭാഗമല്ല എന്ന് അസന്നിഗ്ധമായി അഷ്റഫുൽ ഖൽഖ് നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വ്യത്യസ്ത കക്ഷി ഗ്രൂപ്പുകളിൽ ഒരു കക്ഷി മാത്രമാണ് സത്യവിഭാഗം. അതുകൊണ്ട് തന്നെ ഒന്ന് മാത്രമാണ് സത്യവിഭാഗമെങ്കിൽ അതേതാണെന്ന് കണ്ടെത്തി അതിൻ്റെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കാനും അതിൻ്റെ ഔന്നത്യത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യാനും ഞാനും നിങ്ങളൊക്കെ ബാധ്യസ്ഥരാണ്. അതിനെതിരായ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കൾക്ക് സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും സ്നേഹപൂർണമായ നിലയിൽ അവരെ ഈ മാർഗത്തിലേക്ക് കൊണ്ടുവരാനുള്ള യത്നം നടത്തുകയും ചെയ്യേണ്ടതും നമ്മുടെ ബാധ്യതയാണ്. കാരണം നിസ്സാര വിഷയമല്ല. മരിച്ചാൽ അപ്പുറത്തെ ജീവിത, മരണത്തിന് വലിയ താമസമൊന്നുമില്ല. എത്ര മരണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി മരിക്കാതെ പോകുകയാണെങ്കിൽ തന്നെ 60, 65, 70 വയസ്സിനപ്പുറം പോകുന്നില്ലല്ലോ നമ്മൾ. അതിനിടയിൽ എത്ര കുരുന്ന് പ്രായത്തിൽ മരിച്ചു പോകുന്ന ആളുകൾ. ഇപ്പൊ ഇന്നലെ ഞാൻ കൊടുവള്ളി ഭാഗത്ത് ഒരു ക്ലാസ്സിന് ചെന്നപ്പോ അവിടെ തയ്യാറാക്കിയ സപ്ലിമെന്റിൽ നിറഞ്ഞു നിൽക്കുന്നത്, സ്റ്റേജിലുള്ള ബാനറിൽ മൊത്തം നിറഞ്ഞു നിൽക്കുന്നത് ഒരു 13 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്.
ആദിൽ അബ്ദുള്ള. അപ്പൊ എന്താണ് പ്രശ്നം എന്ന് അന്വേഷിച്ചപ്പോ നല്ല സ്മാർട്ടായിരുന്നു ആ കുട്ടി, നല്ല പ്രവർത്തകനായിരുന്നു ആ കുട്ടി, നന്നായി മദ്രസ സ്കൂളും പഠിക്കുന്ന കുട്ടിയായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കുട്ടിയായിരുന്നു. വല്ലാത്തൊരു കുട്ടി. ആ കുട്ടിയെ കുറിച്ച് ആ നാട്ടുകാർക്ക് പറയാൻ 100 നാക്ക. ആ കുട്ടി ഉമ്മയും നാരിയത്ത് സ്വലാത്തിന് വേണ്ടി പങ്കെടുക്കാൻ വേണ്ടി മാസത്തിൽ നടക്കുന്ന മഹല്ലിന്റെ സ്വലാത്തിലേക്ക് ഇങ്ങനെ കുട്ടിന്റെ കൈ പിടിച്ച് പോരാ ഉമ്മ റോഡ് സൈഡിലൂടെ. ആ കുട്ടിയെ ഒരു വണ്ടി, ചീറിപ്പാഞ്ഞു വന്ന വണ്ടി തട്ടിയിട്ട് വണ്ടി കടന്നുപോയി. ആ ഉമ്മാന്റെ മുന്നിൽ വെച്ച് ആ കുട്ടി പടഞ്ഞ് ചോര വാർന്നൊഴുകി മരിച്ചു. ഉമ്മക്കൊന്നും സംഭവിച്ചിട്ടില്ല. 1 മാസം പിന്നിട്ടു. ആ ഉമ്മ ഇന്നും എഴുന്നേറ്റിട്ടില്ല. ആരോടാണ് ഈ ദുഃഖഭാരമൊക്കെ പങ്കുവെക്കുക? അള്ളാഹുവിൽ വിശ്വാസമുള്ള ആളുകൾ നമ്മൾ ക്ഷമിക്കാന്നല്ലാതെ. നമുക്കൊക്കെ മക്കളുള്ളവരാ. അള്ളാഹ് നമ്മളെ മക്കളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങൾക്ക് വിധേയമായ മരണങ്ങൾ. നമ്മുടെ ഇന്ന സുഹൃത്ത് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടത്രേ. നമ്മൾ കേൾക്കുന്ന വാർത്തകൾ അതൊക്കെ. അതിന്റെ പ്രത്യേകിച്ച് അല്ല, മൂപ്പർക്ക് എന്തോ പ്രശ്നമാണ്, അസുഖമാണെന്നാ പറഞ്ഞത്. തിരുവനന്തപുരം ഹോസ്പിറ്റലിലേക്ക് RCCയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ക്യാൻസർ ആണത്രേ. ആൾക്ക് നട്ടലിനും ലിവറിനും അതുപോലെ ലങ്സിനും ഒക്കെ ക്യാൻസർ ബാധിച്ചിട്ടുണ്ട്. അവസാനത്തെ സ്റ്റേജാണ്, ഇനി ചാൻസും ഇല്ല എന്നപ്പോ ഡോക്ടർമാരെ വിധി എഴുതിയിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ചെറുപ്പക്കാരായ ആളുകൾ. ഈ തരത്തിലുള്ള വാർത്തകൾ നമ്മളിങ്ങനെ നമുക്കിടയിൽ കേട്ടുകൊണ്ടിരിക്കുക. നമ്മുടെ അനുജന്മാർ, നമ്മുടെ ജ്യേഷ്ഠന്മാർ, നമ്മുടെ നാട്ടുകാർ, നമ്മുടെ ബന്ധപ്പെട്ട ആളുകൾ. അപ്പൊ ഏത് സമയവും പടച്ച റബ്ബ് നിശ്ചയിച്ച സമയത്ത് നമ്മൾ അപ്പുറത്തേക്ക് പോകും. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ മഹദ് ഫദ്ൽ കൊണ്ട്, വാത്സല്യം കൊണ്ട്, ദയാവായ്പ കൊണ്ട്, കാരുണ്യം കൊണ്ട് നമ്മളെയും നമ്മുടെ അഹ്ലുകാരെയും നമ്മുടെ ബന്ധപ്പെട്ട എല്ലാവരെയും മാരകമായ രോഗങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും ഇത്തരം ദുരന്തങ്ങളിൽ നിന്നും ഒക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. ദുആ ചെയ്യാം. അപ്പൊ എന്തായാലും നമ്മൾ അപ്പുറത്തേക്ക് യാത്ര തിരിക്കാനുള്ളവരാ. ഇത് യഥാർത്ഥ ജീവിതമല്ല. അപ്പുറത്തെ ജീവിതമാണ് യഥാർത്ഥ ജീവിതം. ആ ജീവിതം ഭാസുരമാകണമെങ്കിൽ, സന്തോഷപ്രദമാകണമെങ്കിൽ നമ്മൾ ദീനിന്റെ യഥാർത്ഥ മാർഗം ഏതാണെന്ന് കണ്ടെത്തി ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കുകയല്ലാത്ത വേറൊരു വഴി നമ്മുടെ മുമ്പിലില്ല. ഇത് ഗൗരവമുള്ള കേസാണ്. അസന്നിഗ്ധമായി തങ്ങൾ പറഞ്ഞു, നാസിറുദ്ദീൻ അൽബാനി എന്ന ആധുനിക പണ്ഡിതൻ പോലും ഈ ഹദീസ് ഹസനാണെന്ന് പറയുന്ന വിവിധ സ്വഹാബികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിൽ പറയുന്നു, സതഫ്തരിഖു ഉമ്മത്തി 73 മില്ല. എന്റെ പ്രിയപ്പെട്ട ഇസ്ലാമിക സമൂഹം പിൽക്കാലത്ത് 73 ചിന്താധാരകളുടെ ഉടമകളായി വേർപിരിയും, വിവിധ കക്ഷികളായി ശിഥിലമാകും. കുല്ലുഹാ ഫിന്നാർ. ഈ കക്ഷികളൊക്കെ നരകത്തിലേക്ക്. തങ്ങൾ ഒരു മടിയും കൂടാതെ ഉള്ള സത്യം നമുക്ക് ബോധ്യപ്പെടുക, അതൊക്കെ നരകത്തിലേക്കാ. ഇല്ലാ വാഹിദ, ഒറ്റ വിഭാഗം ഒഴികെയെന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പ്രശ്നം ഗൗരവമുള്ള കേസാ സുഹൃത്തുക്കളെ. അപ്പൊ എന്താ കുറച്ച് മുജാഹിദ, എന്താ കുറച്ച് ജമാഅത്താര്, എന്താ കുറച്ച് തബ്ലീഗ് പോയാല്, എന്താ അങ്ങനെ പുതിയ തരീഖത്തേക്ക് പോയാല്, അതൊക്കെ നിസ്സാര വിഷയമായി കാണണ്ട. ഒരുപക്ഷെ രാഷ്ട്രീയ രംഗത്ത് നമ്മുടെ ഭിന്നതകളുണ്ടല്ലോ. മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ അവകാശാധികാരങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് രാഷ്ട്രീയ ആവശ്യമാണ്. അത് മുസ്ലിങ്ങൾ പ്രത്യേകം സംഘടിക്കണമെന്ന് പറയുന്ന മുസ്ലിം ലീഗ് പോലുള്ള രാഷ്ട്രീയ പാർട്ടിയുണ്ട്. നമ്മൾ മഹാഭൂരിപക്ഷം നമ്മുടെ മലബാറിലെ മുസ്ലിങ്ങളും മുസ്ലിം ലീഗിലാണ്. അതൊരു കാഴ്ചപ്പാടാണ്. അതല്ല, നമ്മുടെ ചില ആളുകൾ പറയുന്നുണ്ട്, അതല്ല രാജ്യത്തെ മതേതര കക്ഷികളിൽ അണിനിരന്നുകൊണ്ട് അതുവഴി മുസ്ലിം ആനുകൂല്യങ്ങൾ നേടിയെടുക്കലാണ് ബുദ്ധി എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലുള്ള പാർട്ടികൾ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അതല്ല വേറെ പാർട്ടി എന്ന ചിന്തയുണ്ട്. അതൊക്കെ നമ്മുടെ വീക്ഷണ വൈജാത്യങ്ങൾക്കനുസരിച്ച് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ നാളെ ആഖിറത്തിൽ അതിന്റെ പേര് ശിക്ഷിക്കപ്പെടണമെന്നില്ല. പക്ഷെ ഇത് ഖുർആനും സുന്നത്തും അള്ളാഹു കൃത്യമായി അള്ളാഹുവിന്റെ റസൂലും നമുക്ക് മുമ്പിൽ വരച്ച് കാണിച്ചു തന്ന മാർഗരേഖയാണ്. ആ മാർഗരേഖയിൽ ഒരു മാർഗം മാത്രമാണ് നേരായ മാർഗം. അതിൽ നിന്ന് വിഘടിച്ചു പോകുന്ന എല്ലാ മാർഗങ്ങളും വഴിക്കിയത് ഏകത്വമാണ്. അസന്നിഗ്ധമായി പ്രവാചക തിരുമേനി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഗൗരവമുള്ള വിഷയ സുഹൃത്തുക്കളെ, വഴി തെറ്റിപ്പോകാൻ നമ്മൾ കൂട്ടു നിൽക്കണ്ട. നമ്മൾ വഴി തെറ്റിപ്പോകാതിരുന്നാൽ മാത്രം പറയാം, നമ്മുടെ മക്കൾ നാളെ വഴിതെറ്റാൻ പാടില്ല, നമ്മുടെ നാട്ടുകാർ അടുത്ത തലമുറകൾ വഴിതെറ്റാൻ പാടില്ല. അങ്ങനെ വഴിതെറ്റാതിരിക്കണമെങ്കിൽ ഈ സംവിധാനവും ഈ സൗകര്യമൊന്നും എന്നും നിലനിൽക്കും നിങ്ങൾ വിചാരിക്കേണ്ട. നമ്മൾ ജാഗരൂകരായിട്ടില്ലെങ്കിൽ പ്രശ്ന.
എന്റെയും നിങ്ങളെയും ഉപ്പമാരും ഉമ്മമാരും നമ്മുടെ പൂർവ്വകാലത്തെ ആളുകളും ഒരൊറച്ച സമീപനം സ്വീകരിച്ചത് കൊണ്ടാണ് ഈ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ ആദർശം, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശത്തിൽ ഈ മഹല്ലും പള്ളി മദ്രസയും മുന്നോട്ട് പോകാൻ കാരണം. ഒരയവ് നമ്മുടെ ഉപ്പമാര് കാണിച്ചിരുന്നെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുന്നേറ്റത്തിന്റെ കാലഘട്ടമായിരുന്നു അന്ന്. ഇപ്പോഴാണ് മുജാഹിദ് ഒതുങ്ങിയത്. നമ്മൾ തീവ്രമായ സമീപനം, ആശയത്തിൽ ആൾക്കാരോട് നമുക്ക് അയവാകാം, പെരുമാറ്റം നല്ല പെരുമാറ്റം വേണം. പക്ഷെ ആദർശത്തിന്റെ കാര്യത്തിൽ ഒരു അനുനയവുമില്ല, ഒരു വിട്ടുവീഴ്ചയില്ല. അവിടെ ഒരു കോംപ്രമൈസിന്റെ പ്രശ്നമല്ല. അള്ളാന്റെ ദീൻ, ആ ദീൻ അതേപടി വിട്ടുവീഴ്ചയില്ലാതെ നിലനിൽക്കണം. ദീനിന്റെ യഥാർത്ഥ മാർഗം എന്ന കാര്യത്തിൽ നമുക്കൊക്കെ നിർബന്ധ ബുദ്ധി ഉണ്ടെങ്കിൽ ഇതേ രീതിയിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ പ്രവർത്തനം വേണം. ഇതേ പള്ളി, ഇതേ മദ്രസ, ഇതേ ആദർശം, എന്നാൽ അടുത്ത മക്കൾ രക്ഷപ്പെടും, മക്കൾ നിലനിർത്തും, അടുത്ത മക്കളും രക്ഷപ്പെടും. അള്ളാഹു എക്കാലത്തും നമ്മുടെ നാട്ടിന്റെ ഈ സത്യസന്ധമായ മാർഗം നിലനിർത്തി തരുന്ന് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതാണ് ഈ സത്യവിഭാഗം എന്ന് നമുക്ക് പരിശോധിക്കട്ടെ. 72 വിഭാഗങ്ങളും നരകത്തിലാക്കണമെന്ന് കൃത്യമായി തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തങ്ങൾ പറഞ്ഞ കിതാബുകൾ നോക്കിയാൽ തങ്ങൾ പറഞ്ഞു വെച്ച കാര്യങ്ങൾ പച്ചയായിട്ട് ഇങ്ങനെ പുലരുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് അത്ഭുതകരമാണ്. അത്ഭുതകരം. നമുക്ക് അങ്ങോട്ട് കടന്നു പോകാൻ സമയമല്ല. തങ്ങൾ പറഞ്ഞ 100% സത്യം. കാരണം വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. നമ്മൾ പറയുന്നത് പോലെ സ്വന്തം അഭിപ്രായം അനുസരിച്ച് തങ്ങൾ ഒന്നും പറയില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. പടച്ച റബ്ബിനുള്ള സന്ദേശം, വഹ്യ്, ദിവ്യ സന്ദേശം അനുസരിച്ച് മാത്രമേ തങ്ങൾ ഒരു വാക്ക് ഉരിയാടൂ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അത് കറക്റ്റാ തങ്ങൾ പറയുന്ന വാചകങ്ങൾ. അപ്പൊ എല്ലാം നരകത്തിലേക്ക് ഒരു വിഭാഗം ഒഴികെ. ആ ഒരു വിഭാഗം ഏത് എന്നതാണ് പ്രശ്നം. ഞാൻ ഈ പ്രദേശവാസികളായ ഈ സദസ്സിൽ ഒരുമിച്ച് കൂട്ടിയ എൻ്റെ സഹോദരന്മാരോടൊപ്പം ഈ ശബ്ദം കേൾക്കുന്ന പ്രദേശത്തുള്ള പരിസരത്തുള്ള എൻ്റെ ഈ നാട്ടുകാരായ എൻ്റെ ജ്യേഷ്ഠാനുജന്മാർ, സുഹൃത്തുക്കൾ, അവരെ കൂടി ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. അവർ ഏത് പക്ഷത്തിലുള്ളവരാകട്ടെ, മുജാഹിദ് പക്ഷത്തിൽ ഏത് ഗ്രൂപ്പിലായാലും കുഴപ്പമില്ല, ജമാഅത്തെ ഇസ്ലാമിലും കുഴപ്പമില്ല, വേറെ ഏതെങ്കിലും പാർട്ടിയിലായാലും കുഴപ്പമില്ല. മുസ്ലിമീങ്ങളായത് മുസ്ലിമീങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് മുസ്ലിമീങ്ങളിൽപ്പെട്ട ഏത് വിഭാഗക്കാരക്കായ ആളുകളെയും ഞാൻ ഈ മാന്യമായി സ്നേഹപൂർവ്വം ഈ സദസ്സിലേക്ക് ക്ഷണിക്കാൻ. നിങ്ങൾ ആരെയും കുറ്റപ്പെടുത്തുന്ന ഒരു പ്രസംഗം അവിടെ നടത്തുന്നില്ല. ഈ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ എന്ന് കേൾക്കാനും വിലയിരുത്താനും നമുക്കൊക്കെ ബാധ്യതയുണ്ട്. ആ നിലയിൽ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച്, ദീനിന്റെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ഒരു വിശകലനം മാത്രമാണ് നടത്തുന്നത്. നിങ്ങൾക്കിവിടെ വരാം, സൗകര്യം ചെയ്യും, ഉള്ള സൗകര്യത്തിൽ ഇരിക്കാം. എന്നിട്ട് കുറച്ച് സമയമൊക്കെ അത്യാവശ്യം ഈ പറഞ്ഞതിൽ സംശയം നിങ്ങൾ ചോദിക്കും ചെയ്യാം. കാരണം നമ്മളൊരു ഒതുങ്ങിയ സദസ്സ, ഒരു പ്രശ്നമല്ല. നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് ഉറച്ച മനസ്ഥിതിയുള്ള സത്യത്തിൽ നിൽക്കാൻ സാധിക്കണം. ആശയക്കുഴപ്പങ്ങൾ ദൂരീകരിക്കണം. വാശി വേണ്ട, ഞാൻ ആ പാർട്ടിയിലാണ്, ഞാൻ എൻ്റെ പാർട്ടി വിജയിക്കാനുള്ള പരിപാടി, ആ ചിന്ത വിട്ടളിയും. ഇത് അള്ളാന്റെ ദീനാണ്. മരിച്ചട് പോകേണ്ട ആവശ്യമില്ല. മരണത്തിന്റെ അങ്ങനെ അടുത്ത സമയത്ത് തന്നെ, മലക്കുൽ മൗത്ത് വരുന്ന സമയത്ത് തന്നെ നമുക്ക് തിരിച്ചറിയുമോ നമ്മളെ റൂട്ട് എങ്ങോട്ടാണ്. ഖുർആനിൽ ഇത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഏത് തരം മലക്കുകൾ നമ്മൾ സമീപിക്കുമ്പോൾ തിരിച്ചറിയും നമ്മൾ ഏത് ഭാഗത്തേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അധിക താമസമല്ല, സത്യസന്ധമായ മാർഗം ഏതാണെന്ന് കണ്ടെത്താനുള്ള എല്ലാ വഴികളും എൻ്റെ സുഹൃത്തുക്കളെ സ്വീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഞാൻ സൂചിപ്പിച്ചല്ലോ ഇത് അള്ളാഹുവിന്റെ ദീനാണ് എന്ന്. അള്ളാഹുവിന്റെ ദീനായത് കൊണ്ട് തന്നെ ദീനിൽ ഒന്നും നമ്മുടെ സ്വന്തം വക നിശ്ചയിക്കുന്നില്ല. ഒക്കെ അള്ളാന്റെ റസൂലാണ് നമുക്ക് ഈ ദീൻ കൈമാറി തന്നത്. വേറൊരു മതത്തെ പോലെയല്ല. അന്ധമായി ഒന്നും നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല എന്നല്ല, വിശ്വസിക്കാൻ പാടില്ല, ആചരിക്കാനും പാടില്ല. ഒക്കെ അതിന് നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ട്. ദീനിന്റെ അടിസ്ഥാന രേഖകളായി, അടിസ്ഥാന പ്രമാണങ്ങളായി നമ്മൾ ഏതാ അംഗീകരിക്കുന്നത്? ഇപ്പൊ നമ്മളൊരു പള്ളി നടത്തുകയാണെങ്കിൽ ആ പള്ളിക്ക് ഒരു ഭരണഘടന ഉണ്ടാകും, ഒരു രേഖ ഉണ്ടാകും. ഒരു മദ്രസ നടത്തിപ്പാണെങ്കിൽ ആ മദ്രസക്ക് ഒരു രേഖ ഉണ്ടാകും, ഒരു നിശ്ചയിക്കപ്പെട്ട ഒരു സംവിധാനം ഉണ്ടാകും, ഒരു ഭരണഘടന. അതിൽ പറയും ഈ പള്ളിയിൽ ഇന്ന ഇന്ന തരത്തിലുള്ള വിശ്വാസങ്ങൾക്കനുസരിച്ചും ആചാരങ്ങൾക്കനുസരിച്ചുമാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകേണ്ടത്. ഈ മദ്രസ ഇന്ന സംവിധാനത്തിലാണ് നടത്തിക്കൊണ്ടു പോകേണ്ടത് നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടാവും. അതിനൊക്കെ എന്തിനുള്ള ഒരു അടിസ്ഥാന പ്രമാണം ഉണ്ടാവും, രേഖ ഉണ്ടാവും. മുസ്ലിങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം തർക്കമില്ലാത്ത വിഷയ സുന്നി, മുജാഹിദ്, ജമാഅത്ത്, ഇപ്പറഞ്ഞുള്ള ഗ്രൂപ്പുകൾ, കക്ഷികൾ, തബ്ലീഗ്, എല്ലാ കക്ഷികളും മൊത്തത്തിൽ അംഗീകരിക്കുന്ന അടിസ്ഥാന സത്യമാണ്. നമ്മുടെ പ്രമാണങ്ങൾ, അടിസ്ഥാനപരമായ രേഖകൾ 2 എണ്ണമാണ്. ഒന്ന് വിശുദ്ധ ഖുർആൻ, അതന്നെ നമ്മളെ പ്രമാണത്തിൽ ഒന്ന്. 2 തിരുസുന്നത്ത്.
നബി തങ്ങൾ അസന്നിഗ്ധമായി പറഞ്ഞു, തറക്തു ഫീകും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി. നിങ്ങൾക്കിടയിൽ രണ്ട് കാര്യങ്ങൾ ഞാൻ ഉപേക്ഷിച്ചു പോകുന്നു. തങ്ങൾ പോവുക, രണ്ടെണ്ണം അവിടെ ബാക്കിയാക്കിയിട്ടുണ്ട്. അത് രണ്ടും മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴിതെറ്റുന്ന പ്രശ്നമേ ഇല്ല. കിതാബുല്ലാഹ്, ഒന്ന് അള്ളാഹുവിന്റെ ഗ്രന്ഥമായ ഖുർആൻ, വസുന്നത്തു റസൂലിഹി, രണ്ടാമത്തെ പ്രവാചകരുടെ ചര്യ എന്ന് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനും ഹദീസും. നബിയെ, വിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് അവതരിപ്പിച്ചു നാം തന്നു. ലോകത്തെ സകലമായ വസ്തുക്കളും വിശദാംശങ്ങൾ ഖുർആനിലുണ്ട്. ഒക്കെ ഖുർആനിലും ഹദീസിലുണ്ട്. നിസ്കാരത്തിന്റെ ഷർത്തും പറഞ്ഞു മാത്രമല്ല, തിബിയാനുൽ ലികുല്ലി ഷൈ, ഇവിടെ ലോകത്ത് നടന്നതും നടക്കാനിരിക്കുന്നതുമായ സകലമായ കാര്യങ്ങളും വിശദാംശം നിങ്ങൾ ഖുർആന്റെ ഉള്ളിൽ കാണാം, ഹദീസിൽ കാണാം. പക്ഷെ പുറത്തേക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്നില്ല, പ്രത്യക്ഷത്തിലില്ല. അപ്പൊ അതിനർത്ഥം എന്താ? അതൊക്കെ ആ വാചകങ്ങളുടെ, ആ സൂക്തങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. പടച്ചോന്റെ കലാമല്ല ഖുർആൻ. പടച്ച റബ്ബ് ഇതൊക്കെ സംവിധാനിച്ച് സൃഷ്ടിച്ച് അനുനിമിഷം പരിപാലിച്ച് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന രാജാതിരാജനായ അല്ലാഹ്, ആ അള്ളാഹുവിന്റെ വചനങ്ങളാണ്, കലാമുകളാ ഖുർആൻ. അതിനൊക്കെ ഒരൊറ്റ വാക്ക് ഇങ്ങനെ കിട്ടിയാൽ മതി, ആ വാക്കിൽ എത്രേ അർത്ഥം. അതുകൊണ്ടാണ് ഇത്ര പോകുന്ന മുസ്ഹഫിന് നമ്മുടെ കുതുബ്ഖാനി ചെന്ന് നോക്കിയാൽ, കിതാബുകളുടെ സ്ഥലത്ത് നോക്കിയാൽ 30 വാളിലുള്ള റാസി, 10 വാളിലുള്ള ഖുർത്തുബി, ഒക്കെ തഫ്സീറുകളാണ്. 150 വാളിലുള്ള തഫ്സീറുകള്. തഫ്സീറിന്റെ വ്യാഖ്യാനങ്ങൾ ഇങ്ങനെ എഴുതി അട്ടിവെച്ച ഗ്രന്ഥങ്ങൾക്ക് കയ്യും കണക്കൂല. എത്രേ തഫ്സീറുകൾ. കാരണം ഇതിങ്ങനെ ആ രീതിയിൽ ആ പടച്ചോന്റെ കലാമ്. ഏറെക്കുറെ ഇങ്ങനെ തന്നെയാണ് ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസും. വിശദീകരണങ്ങൾ നൽകപ്പെടേണ്ടതാണ്, വ്യാഖ്യാനങ്ങൾ നൽകപ്പെടേണ്ടതാണ്. ആ വാക്കിൽ നിന്ന് ഇങ്ങനെ കിട്ടും, ഈ വാക്ക് ഇങ്ങോട്ട് വെച്ചത് കൊണ്ട് ഇങ്ങനെ കിട്ടും, ഈ വാക്കിന്റെ സൂചന ഇങ്ങനെയാണ്, അത് വിശദീകരിച്ച് വ്യാഖ്യാനിച്ച് അത് നിർദ്ധരിച്ചെടുക്കപ്പെടുകയാണെങ്കിൽ ഈ സകലമായ മസാലകളും വിശുദ്ധ ഖുർആനിൽ നിന്ന് കിട്ടും, വിശുദ്ധ നബി വചനങ്ങൾ കിട്ടും, ഒരു സംശയമല്ല. പക്ഷേ നേർക്കുനേരെ ഭാഷാന്തരം പരിഭാഷപ്പെടുത്തിയാൽ മാത്രം കിട്ടൂല. അതിങ്ങനെ വ്യാഖ്യാനിക്കണം, വിശദീകരിക്കണം. അപ്പൊ വ്യാഖ്യാനങ്ങൾക്കും വിശദീകരണങ്ങൾക്കും വിധേയമാക്കിയാലേ ഖുർആനും ഹദീസിൽ നിന്നും കൃത്യമായ മതവിധികൾ കിട്ടുമെങ്കിൽ ആ ഖുർആനും ഹദീസും വ്യാഖ്യാനിക്കാതെ പറ്റൂലല്ലോ. നമുക്ക് മസല കിട്ടണ്ടേ? അപ്പൊ ആര് വ്യാഖ്യാനിക്കണം ഖുർആനും ഹദീസും എന്നുള്ള വിഷയം? ഞാൻ ആർക്കും തർക്കമില്ലാത്ത വിഷയമാണ് പറയുന്നത്. എന്റെ സുഹൃത്തുക്കൾ ഞാൻ പറയുന്നതിൽ ശരിയല്ല എന്ന് തോന്നുന്ന ഭാഗം, അല്ലെങ്കിൽ വിയോജിക്കുന്ന ഭാഗം, അല്ലെങ്കിൽ സംശയാസ്പദമായ ഭാഗം തീർച്ചയായും നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. ഞാൻ ഒരു വിഭാഗം തർക്കമില്ലാത്ത വിഷയങ്ങളെ പറയുന്നത്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വ്യാഖ്യാനങ്ങൾക്ക് വിധേയമാണ്. വ്യാഖ്യാനിക്കാതെ നമുക്ക് മസാലകൾ കിട്ടില്ല. എത്രത്തോളം എന്ന് വെച്ചാല് 5 വഖത്ത് നിസ്കാരാണെന്ന് പോലും ഖുർആൻ മുഴുവൻ നോക്കിയാൽ കാണാൻ കിട്ടൂല. അതല്ല ചേകനോട് 5 വഖത്തില്ല 3 വഖത്താന്നാണ് ഖുർആൻ ഓതിയിട്ട്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളച്ചൊടിക്കാവുന്ന വിധം അങ്ങനത്തെ സൂക്തങ്ങളാ. ചേകനോട് ഖുർആൻ ഓതിയിട്ട് പറഞ്ഞല്ലോ, നബിയെ കൃത്യമായി നിങ്ങൾ നിസ്കരിക്കണം. പകലിന്റെ 2 തെല്ലുകളിൽ, 2 തെല്ല് പറഞ്ഞാൽ രാവിലത്തെ ഒരു തെല്ലും വൈകിട്ടൊരു തെല്ലും 2 നിസ്കാരം. ചേകലിന്റെ അർത്ഥം രാത്രിയും നിസ്കരിക്കണം, 3ാമത്തെ നിസ്കാരം. ഇത് 3 നിസ്കരിച്ചാൽ ഇന്നൽ ഹസനാത്ത് യുദ്ഹിബിന സയ്യാത്ത്, സൽക്കർമ്മങ്ങൾ ദുഷ്കർമ്മങ്ങളെ പൊറുപ്പിച്ച് കളയും. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നമാക്കേണ്ട. അല്ലാഹ് ഖുർആനിൽ പറഞ്ഞ 3 വഖത്ത് മര്യാദക്ക് നിസ്കരിച്ചോ എന്നാ ചേകനൂർ മൗലവി പറഞ്ഞത്. അല്ല 4, 5 എണ്ണി പറഞ്ഞു ഖുർആനിൽ നമുക്ക് നേർക്കുനേരെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ കഴിയില്ല. എത്ര പ്രധാന 5 കാലത്തെ നിസ്കാരം, എന്നിട്ടല്ലേ അതിന്റെ ഫർദും ഷർത്തും അബ്വാബ് സുന്നത്തും ഹയ്യാത്ത് സുന്നത്തൊക്കെ വകതിരിച്ച് വേർതിരിച്ച് ഖുർആനും ഹദീസിനും കാണൂല. അപ്പൊ ഖുർആൻ വ്യാഖ്യാനിച്ചാൽ കിട്ടും, ഹദീസ് വ്യാഖ്യാനിച്ചാൽ കിട്ടും. അപ്പൊ ഈ ഖുർആനും ഹദീസും ആര് വ്യാഖ്യാനിക്കണം എന്നതാണ് പ്രശ്നം. ആരുടെ വ്യാഖ്യാനം നമ്മൾ സ്വീകരിക്കണം? ഒരു സന്ദേഹവും വേണ്ട. അതിന്റെ കൃത്യമായ രീതി വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വ്യാഖ്യാനിക്കേണ്ടത് സ്വഹാബത്താണ്. ആരാണ് ഈ സ്വഹാബത്ത്? 100,000-ൽ പരം വരുന്ന പ്രവാചക തിരുമേനിയുടെ അനുചരന്മാർ, കൂട്ടുകാർ, തങ്ങളോടൊപ്പം മുസ്ലിമായി ജീവിച്ച 100,000-ൽ പരം വരുന്ന സ്വഹാബിവരന്മാർ, റിദ്വാനുല്ലാഹി തആല അൻഹും അജ്മഈൻ, അല്ലാഹുവിന്റെ സംതൃപ്തി ആ മഹാന്മാരിൽ എന്നുമെന്ന് വർഷിക്കുമാറാകട്ടെ. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, സയ്യിദുനാ ഉമറുൽ ഫാറൂഖ്,
സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, സയ്യിദുനാ അലി ഇബ്നു അബീ താലിബ്, സയ്യിദുനാ സഅദ് ഇബ്നു അബീ വഖാസ്, സയ്യിദുനാ അബൂ മൂസ അശ്ശഅരി റളിയല്ലാഹു തആല അൻഹു അജ്മഈൻ. ഇങ്ങനെ എണ്ണിയാൽ ലക്ഷത്തിൽ പരമ സ്വഹാബാക്കളുണ്ട്. ആ സ്വഹാബാക്കളാണ് ഖുർആനും ഹദീസും വിശദീകരിക്കേണ്ടത് എന്നാണ് ദീൻ പഠിപ്പിക്കുന്നത്. അതെന്താ അവര് വിശദീകരിക്കണം എന്ന് പറയണത്? അവര് വിശദീകരിക്കണമെന്ന് ഖുർആനും ഹദീസും പറയാൻ കാരണം, ഈ വിശുദ്ധ ഖുർആനും തിരുവചനങ്ങളും നബി തങ്ങളുടെ വചനങ്ങളും ഒരൊറ്റ ഗ്രന്ഥത്തിലാക്കി നേരിട്ട് തങ്ങളെ ഏൽപ്പിച്ചതല്ല. 23 വർഷക്കാലത്തെ മൊത്തം സാഹചര്യങ്ങൾക്കും സന്ദർഭങ്ങൾക്കും അനുസരിച്ച് ഖുർആന്റെ ആയത്തുകൾ ഇങ്ങനെ മലക്കുൽ മുഖറബ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെ ഒരായത്ത്, 2 ആയത്ത്, 5 ആയത്ത്, 10 ആയത്ത് ഇങ്ങനെ ഇറക്കി കൊടുത്തേക്ക്. ഓരോ വിഷയം ഉണ്ടാവുമ്പോൾ അതിന് അപ്പട് മറുപടി ആയത്തിറങ്ങുക. ഓരോ വിഷയത്തിനും അപ്പപ്പോൾ ആയത്ത് ഇങ്ങനെ ഇറങ്ങിയാണ്. ഓരോ സംഭവം വരുമ്പോൾ അതിന് ഉത്തരമായിട്ട് ഇറങ്ങി വരിക. തങ്ങളിങ്ങനെ കാത്തിരിക്കും, ഞാൻ ഇപ്പൊ പറയാം, ഇൻഷാ അല്ലാഹ് എനിക്ക് വിവരം കിട്ടട്ടെ, അപ്പൊ ഇതിന്റെ മറുപടിയാ. അപ്പൊ എന്ത് വിഷയത്തിനാണ് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടതെന്ന് ആർക്കാണ് അറിയാ? സ്വഹാബത്തിനാണ് അറിയാ. കാരണം അവരല്ലേ ദൃക്സാക്ഷികൾ. ദൃക്സാക്ഷികളായ ഈ സ്വഹാബി വര്യന്മാരുടെ വിശദീകരണമാണ് ഖുർആൻ നമുക്ക് ലഭിക്കേണ്ടത്. ഇങ്ങനെ തന്നെ ഹദീസും. തങ്ങൾ ഓരോ വാക്കിങ്ങനെ പറയണത് ഹദീസ്. ഇപ്പൊ ഞാനിവിടെ മഗ്‌രിബിന് തൊട്ട് മുമ്പ് ഞാനും കുറെ ഇവിടുത്തെ ആൾക്കാർ തമ്മിൽ എന്തൊക്കെ സംസാരിച്ചു. നമ്മുടെ ഖജാജിന്റെ ആദ്യം കണ്ടു, അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു, സംസാരിച്ചു. ഈ സംസാരമൊക്കെ നബി തങ്ങൾ ഇങ്ങനെ ആവശ്യത്തിനനുസരിച്ച് ചോദിക്കുന്നു, പറഞ്ഞൊക്കെ ഹദീസാ. ഇത് സ്വഹാബികൾ കേട്ട പിന്നെ റിപ്പോർട്ട് ചെയ്യാ. എത്രയാണ് ഈ സംസാരം തങ്ങൾ 23 കൊല്ലക്കാലത്ത് സംസാരമൊക്കെ ഹദീസാ. അതാണ് ഈ ഹദീസ്. പക്ഷെ ഓരോ സംസാരം നമ്മൾ സംസാരിക്കുമ്പോൾ അതിന് പശ്ചാത്തലവും സന്ദർഭം ഉണ്ടാവൂലേ? ആ സന്ദർഭങ്ങൾ മനസ്സിലാക്കിയാലേ അതിന്റെ യഥാർത്ഥ അർത്ഥം കിട്ടുള്ളൂ. ഈ സന്ദർഭങ്ങൾ അറിയുന്ന ആളുകൾ ആര് മാത്രമാണ് ലോകത്തുള്ളത്? തങ്ങളെ ഹദീസിൽ നിന്ന് തങ്ങൾ അവതരിപ്പിച്ച ഖുർആന്റെ യഥാർത്ഥ പശ്ചാത്തലവും ആശയവും സന്ദർഭവും നേരിട്ട് മനസ്സിലാക്കി ഒരൊറ്റ തലമുറ ലോകത്തുള്ളത് ആരാ? സ്വഹാബാ കിറാം റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ. അല്ലാഹു സംതൃപ്തി ആ മഹാന്മാരിൽ എന്നും വർഷിക്കുമാറാകട്ടെ. ഇപ്പൊ നമ്മൾ പറയാം, ഒരു മോന് വന്നിട്ട് നമ്മളോട് പറഞ്ഞു, ഇപ്പൊ അന്ന് വേൾഡ് കപ്പിന്റെ ഫൈനലാണ് അല്ലോ. ആയിക്കോട്ടെ, അതിനെന്താണ് മോനെ ചോദിച്ചു. അല്ല, ഞാൻ ഇതുവരെ നിങ്ങൾ കളി കാണാൻ അനുവദിച്ചിട്ടില്ല, ഇന്ന് എന്തായാലും TV കാണാൻ ഞാൻ അപ്പുറത്തെ വീട്ടിലേക്ക് പോകും, രാത്രി 12:30 ഫൈനലിൽ ഞാൻ പോകുന്നുള്ളൂ. അതൊന്നും നടക്കൂല, എന്നോട് പറഞ്ഞില്ല ഈ കളിക്കൊന്നും രാത്രി അങ്ങനെ പോകാൻ പാടില്ല, നീ പഠിക്കുക, അവിടെ ഉറങ്ങുക, സുബഹിക്ക് എണീക്കണമെങ്കിൽ അതൊക്കെ വേണം, അതിനൊന്നും സമയം വേസ്റ്റ് ആക്കാൻ പറ്റൂല. അല്ലപ്പ എനിക്ക് എന്തായാലും പോകണം, എൻ്റെ കൂട്ടുകാരൊക്കെ എല്ലാ കളിയും കണ്ടിട്ട് ഫൈനലൊന്നും എനിക്ക് കാണണം, പറ്റൂല എന്ന് ഞാനല്ലേ പറഞ്ഞത്. കാണോ അല്ലപ്പ ഞാൻ പോകുന്നോ, എന്നാ നീ ഒന്ന് പോയിക്ക എന്ന് പറഞ്ഞപ്പ. ഇതിപ്പോ ഹദീസിൽ എഴുതുകയാണെങ്കിൽ വാപ്പ മകനോട് പറഞ്ഞു, എന്നാൽ നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു. ഇത്രേ പറയാൻ പറ്റുള്ളൂ. പോയാ കാണിച്ചരടാ എന്നാണ് ഇതിന്റെ ആശയമെന്ന് ആർക്കേ അറിയുള്ളൂ. ഈ സന്ദർഭത്തിന്, ഈ വാക്ക് തർക്കങ്ങൾക്ക് സാക്ഷികളായ ആ വീട്ടിലെ ഉമ്മാക്കും മറ്റു കുട്ടികൾക്കും അറിയുള്ളൂ. അപ്പൊ യഥാർത്ഥത്തിൽ ഓരോ വാക്കുകൾക്കും ഓരോ സന്ദർഭം ഉണ്ടാവും, ഓരോ പശ്ചാത്തലം ഉണ്ടാവും. അത് ഈ തങ്ങളെ കുറിച്ച് ഈ ലക്ഷക്കണക്കിന് ഹദീസുകൾക്ക് സാക്ഷ്യം വഹിച്ച ആളുകളാരാ? സ്വഹാബത്താ. ഈ ഖുർആൻ ഓരോ ആയത്തുകളും അവതരിക്കുന്ന ഘട്ടത്തിൽ സാക്ഷികളാരാ? അറിയുന്നവരാരാ? സ്വഹാബത്താ. അപ്പൊ അവരെ വിശദീകരണം തന്നെയാണ് ഖുർആനും ഹദീസിനും അടിസ്ഥാനമായ പരമായ ആധാരം. ആ ആധാരം അനുസരിച്ച് നമ്മൾ പോകുന്നില്ലെങ്കിൽ തെറ്റ് പറ്റുന്ന കാര്യം തീർച്ചയായും. നമ്മൾ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സ്വഹാബത്തിന് കൊടുത്ത വിശദീകരണം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ സ്വന്തം ഖുർആനും ഹദീസും വ്യാഖ്യാനിക്കാനും പോയാൽ തെറ്റ് പറ്റുന്ന ഉറപ്പ്. ആ തെറ്റ് പറ്റാതിരിക്കാനാണ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വ്യാഖ്യാനിക്കുന്ന വിഷയത്തിൽ, വിശദീകരിക്കുന്ന വിഷയത്തിൽ, അതിൽ നിന്ന് മസ്അലകൾ നിർദ്ധരിച്ചെടുക്കുന്ന വിഷയത്തിൽ സ്വഹാബത്തിനെ അവലംബിക്കണം എന്ന് പറയാൻ കാരണം. അത് നമ്മൾ ബുദ്ധിയോട് ഉണ്ടാക്കുന്നതല്ല, ബുദ്ധിയോട് അങ്ങനെ കിട്ടും. അങ്ങനെ തന്നെ ഖുർആനും ഹദീസൊക്കെ തിരിച്ചും മറിച്ചും ഒരുപാട് സ്ഥലത്ത് പറഞ്ഞത്. ഒരു ഹദീസിൽ പ്രകടമായി കാണാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഹദീസ് ഉണ്ടല്ലോ, എന്റെ സമുദായം 73 വിഭാഗങ്ങളായി ശിഥിലമായി പോകും, അത് മുഴുവൻ നരകത്തിലേക്കാണ്, ഒരു വിഭാഗം ഒഴികെ എന്ന് തങ്ങൾ പറഞ്ഞപ്പോൾ ഖീല യാ റസൂലല്ലാഹ്,
അവിടെ സ്വഹാബത്തിൽ നിന്നേറ്റ് ചോദിച്ചു, ഒരു സ്വഹാബി വരും ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ആ വഴിതെറ്റിയ 72 വിഭാഗത്തെ കുറിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ആരാണ് ആ സത്യവിഭാഗം, ആരാണ് സ്വർഗവിഭാഗം എന്ന് തങ്ങൾ പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു, മാ അന അലൈഹി വസ്ഹാബി, ഞാൻ നിലനിൽക്കുന്ന മാർഗം അത് ഖുർആന്റെയും സുന്നത്തിന്റെയും മാർഗമാണ്. വസ്ഹാബി, അതനുസരിച്ച് എന്റെ സ്വഹാബത്തെ എങ്ങനെ ജീവിച്ച് കാണിച്ചു തന്നോ ആ മാർഗം അംഗീകരിക്കുന്ന വിഭാഗമാണ് സത്യവിഭാഗമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അസ്ഹാബി, സ്വഹാബത്ത മാനദണ്ഡം. അങ്ങനെ ഒരുപാട് ഹദീസിലും ഒരുപാട് ഖുർആൻ തങ്ങളെന്നെ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അബൂദാവൂദ്, തിർമിദി, ഇബ്നു മാജ അവരൊക്കെ റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഹദീസ് അൻ ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു. ഒരു സ്വഹാബിയെ നമുക്ക് ആ സംഭവം നേരിട്ട് തങ്ങൾ റിപ്പോർട്ട് ചെയ്യരുത്. ആ ഇർബാദ് ഇബ്നു സാരിയ എന്ന് പറയുന്ന സ്വഹാബി പറയുന്നു, ഖതബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗഇദത്തൻ ബലിഗ. ഒരിക്കൽ നബി തിരുമേനി ഞങ്ങൾ സഹാബത്തിനെ വിളിച്ചു കൂട്ടിയിട്ട് നല്ല ഒരു ഉജ്ജ്വല പ്രഭാഷണം, നല്ല ഉപദേശം, എന്തോ ഒരു പ്രസംഗമാണ് സ്വഹാബി പറയാ. ആ പ്രസംഗം ഇങ്ങനെ കേട്ടപ്പോൾ വജിലത്ത് മിൻഹൽ ഖുലൂബ്, ഞങ്ങൾ സ്വഹാബത്തിലെ ഹൃദയങ്ങൾ കിടുകിടുത്തുപോയി. മാത്രമല്ല വദറഫത്ത് മിൻഹൽ ഉയൂൻ, ആ പ്രസംഗത്തിന്റെ ഉള്ളടക്കം കേട്ടപ്പോൾ ഞങ്ങളുടെ കണ്ണുകൾ സജലങ്ങളായി കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീർത്തുള്ളികൾ ധാർധാരയായി ചാലിട്ടൊഴുകാൻ തുടങ്ങി. അല്ലോ, എന്തോ ഒരു പ്രസംഗം അല്ലാഹുവിന്റെ റസൂൽ നടത്തുന്നത്. സാധാരണ അങ്ങനെ പ്രസംഗിക്കാതെ വല്ലാത്തൊരു പ്രസംഗം. ആ പ്രസംഗങ്ങൾ കഴിഞ്ഞപ്പോ നമ്മൾ മഴ ചോർന്ന പ്രതീതി എന്നൊക്കെ പറഞ്ഞ പോലെ ആകെ ഒരു നിശബ്ദത. ഒരു സ്വഹാബിവരനെ ബോധ്യപ്പെട്ടു ഇതൊരു വല്ലാത്ത പ്രസംഗം. ഇതിന്റെ പശ്ചാത്തലം കേട്ടപ്പോ ആ സ്വഹാബിവരൻ എഴുന്നേറ്റ് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, സംശയം കൊണ്ട് ചോദിക്കുകയാണ്. സന്ദർഭം നോക്കുമ്പോൾ, പശ്ചാത്തലം നോക്കുമ്പോൾ അങ്ങയുടെ പ്രസംഗത്തിന്റെ ഉള്ളടക്കം ഇസ്ലാമിന്റെ A to Z, ഭാവിയിൽ വരാനിരിക്കുന്ന സകലമായ കാര്യങ്ങളും പറയുന്നുണ്ട്. എല്ലാം പറഞ്ഞൊരു പ്രസംഗമായതുകൊണ്ട് ഞാൻ സംശയിച്ചു പോകുന്നു, ഇത് അങ്ങയുടെ വിടവാങ്ങൽ പ്രസംഗമാണോ ന്യായമായും ഞാൻ സംശയിച്ചു പോകുന്നു. അങ്ങനെയാണോ തങ്ങളെ? ദീൻ പൂർണ്ണമായി എന്ന വിശുദ്ധ ഖുർആൻ ആയത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നക മയ്യിത്തും വ ഇന്നഹും മയ്യിത്തൂൻ, നബിയെ നിങ്ങൾ മരിച്ചു പോകും, ഈ പ്രതിയോഗികളും മരിച്ചു പോകും ആയത്ത് വന്നിട്ടുണ്ട്. തങ്ങളെ ഇത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾ ഇത്ര വിശദമായ ഒരു സമഗ്രമായ പ്രസംഗം ഞങ്ങളെ മൊത്തം വിളിച്ചുകൂട്ടി പ്രസംഗിക്കാൻ കാരണം ഇതങ്ങയുടെ വിടവാങ്ങൽ പ്രസംഗമാണോ, അങ്ങ് മരിക്കാൻ പോവുകയാണോ? സംശയം കൊണ്ട് ചോദിക്കുകയാണ്. അഥവാ അങ്ങനെ മരിച്ചു പോവുകയാണെങ്കിൽ തങ്ങളെ ഞങ്ങൾക്ക് തടയാനാകില്ല. ഖുർആൻ തന്നെ പറഞ്ഞു നിങ്ങളും മരിച്ചു പോകുമെന്ന്. പക്ഷേ ഫൗസിന, ഈ പാവപ്പെട്ട ഇസ്ലാമിക സമൂഹത്തിന് ഖിയാമത്ത് നാൾ വരെ ജീവിച്ചിരിക്കാനുള്ള വസിയ്യത്ത് നിങ്ങൾ പറയണം, ചെയ്യണം. വസിയ്യത്ത് പറഞ്ഞേൽപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്, വസിയ്യത്ത്. അള്ളാഹുവിന്റെ ഹബീബ് നിഷേധിച്ചില്ല. ആര് പറഞ്ഞു മരിക്കാനയക്കണം? ആകെ വെറുതെ തോന്നുക എനിക്ക് പറഞ്ഞില്ല. സത്യത്തിൽ ഹബീബിന്റെ അവസാനത്തെ പ്രസംഗം തന്നെ ആ സ്വഹാബിവരന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് തന്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ തങ്ങൾ പറഞ്ഞേൽപ്പിച്ചത് 3 വസിയ്യത്താണ്. എനിക്കും നിങ്ങൾക്കൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഒന്ന്, അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ വസിയ്യത്ത് എന്താ കേട്ടോ? ഊസീകും ബിത്തഖ്വല്ലാഹ്, എന്റെ സുഹൃത്തുക്കളെ, പടച്ച റബ്ബിനെ പേടിച്ച് ജീവിക്കണേ, റബ്ബുൽ ആലമീനെ പേടിച്ച് ജീവിക്കണേ. അത് തന്നെയാണ് ഒന്നാമത്തെ വിജയം, ഒന്നാമത്തെ വസിയ്യത്ത്. നമ്മൾ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും എവിടെ ചെന്നുപെട്ടാലും അള്ളാനെ പേടിച്ചുള്ള ജീവിതം. പക്ഷേ അള്ളാഹ് പറഞ്ഞനുസരിച്ചാണ് ഞാൻ പോണേ. പക്ഷെ അള്ളാന്റെ ദീൻ ശക്തിപ്പെടണം. പക്ഷെ അള്ളാന്റെ ദീൻ ഇങ്ങനെ കൽപ്പിച്ചുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. ആ ഒരു ചിന്ത, അതിനനുസരിച്ച് പ്രവർത്തനം, തഖ്വ തന്നെ നമുക്ക് രക്ഷക്കുണ്ടാവുള്ളൂ. രണ്ടാമത്തെ വസിയ്യത്ത്, ഇയ്യാകും വസ്സമഅ വത്വാ, നേതൃത്വത്തെ നിങ്ങൾ അനുസരിക്കണേ. നിങ്ങൾ ഏത് പ്രദേശത്ത് ചെന്നാലും, ഏത് രാജ്യത്ത് ജീവിച്ചാലും, ഏത് മഹലിൽ ജീവിച്ചാലും അവിടെ ഉള്ള നേതൃത്വമുണ്ടല്ലോ. ഏത് കുടുംബത്തിൽ ജീവിച്ചാലും നേതൃത്വമുണ്ടോ? നേതൃത്വം പറഞ്ഞാൽ അനുസരിക്കണം. ദീനിനെതിരായ കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അപ്പൊ അള്ളാഹ്ക്ക് അല്ലാതെ ഈ വിഗ്രഹത്തിന് പൂജിക്കണം എന്ന് പറഞ്ഞാൽ കേൾക്കാൻ പാടില്ല. നിസ്കരിക്കണ്ട എന്ന് പറഞ്ഞാൽ കേൾക്കാൻ പാടില്ല. അല്ലാതെ പ്രത്യക്ഷത്തിൽ നമുക്ക് ഇതും ശരി അവർക്ക് അതും ശരി തോന്നിയാലും നേതൃത്വം പറഞ്ഞ ശരി നമ്മൾ അംഗീകരിക്കണം. നമുക്ക് വിയോജിപ്പുണ്ടാവും. പക്ഷെ ആ നേതൃത്വം ഏൽപ്പിക്കപ്പെട്ട ആൾക്കാർ അവരെങ്ങനെ പറഞ്ഞ് നമ്മൾ അതിൻ്റെ ഒപ്പം നിൽക്കുക. നേതൃത്വത്തെ അനുസരിക്കാൻ രണ്ടാമത്തെ ഗൗരവമായി വസിയത്ത് എന്താ കാരണം? ഇസ്ലാമിക ലോക ചരിത്രത്തിന്റെ കണക്ക് നോക്കിയാൽ ലോക ചരിത്രത്തിൽ വലിയ കലാപങ്ങളും കൂട്ടക്കൊലകളും ഇസ്ലാമിക ലോകത്ത് ഛിദ്രതകളും ഭിന്നിപ്പുകളും വലിയ പ്രശ്നങ്ങളും ഒക്കെ എവിടെയൊക്കെ അരങ്ങേറിയിട്ടുണ്ടോ അതിന്റെ ഒക്കെ കാരണം നോക്കിയാൽ ഒരു വിഭാഗം നേതൃത്വം അംഗീകരിക്കാത്തതെന്നായിരുന്നു കാരണം കണ്ടെത്താൻ സാധിക്കും. ഇപ്പൊ സമസ്ത കേരള ജംഇയ്യത്തുലുണ്ടായ ദൗർഭാഗ്യകരമായ പ്രശ്നങ്ങൾ പോലും മഹാനായ ഉസ്താദുൽ അസാത്തീദ് റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ
നവ്വറല്ലാഹു മർഖദഹുവോടെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ജീവിതത്തിൽ കറാഹത്ത് പോലും ചെയ്യാത്ത പരമപരിശുദ്ധനായ മനുഷ്യന്റെ നേതൃത്വത്തിൽ മുഷാവറ യോഗം ചേർന്ന് തീരുമാനമെടുത്തു. ചില സുഹൃത്തുക്കൾ അത് അംഗീകരിച്ചില്ല. ആ പ്രശ്നം. അപ്പൊ നേതൃത്വത്തെ അനുസരിക്കാൻ വളരെ പ്രധാന. അവസാനത്തെ വസിയത്ത് അള്ളാഹിന്റെ ഹബീബ് പറഞ്ഞ വസിയത്ത് എന്താണോ? വഇന്നഹു മൻ യഅ്ശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറാ ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ മഹ്ദിയീൻ. കാലചക്രം കറങ്ങുമ്പോൾ എന്റെ അനുചരന്മാരെ, എന്റെ കാലശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും ദീർഘകാലം ജീവിക്കാൻ സാധിക്കുമെങ്കിൽ ഫസയറ ഇഖ്തിലാഫൻ കസീറാ, ഈ ദീനിൽ നിങ്ങൾക്ക് ധാരാളം ഭിന്നതകൾ കാണാൻ സാധിക്കും. ഈ ഇസ്ലാമിന്റെ പേരിൽ വിള്ളലുകൾ കാണാൻ സാധിക്കും. വ്യത്യസ്ത കക്ഷികൾ മാറി മാറി വന്ന് ഖുർആനും ഹദീസ് പറഞ്ഞുകൊണ്ട് ഇതാണ് നേരിന്റെ വഴി എന്ന് പറഞ്ഞൊരു ഭാഗം അങ്ങോട്ട് വിളിക്കുമ്പോൾ, അതേ ഖുർആനും ഹദീസും ഉദ്ധരിച്ചുകൊണ്ട് ഇതാണ് തൗഹീദിന്റെ മാർഗം എന്ന് പറഞ്ഞ് അങ്ങോട്ട് വിളിക്കുമ്പോൾ, അതേ ഖുർആനും ഹദീസും ഉദ്ധരിച്ചുകൊണ്ട് അതൊന്നുമല്ല ശരി, വിശാലമായ ഇസ്ലാമിക പ്രബോധന മേഖല ഞങ്ങളാണ് വിളംബരം ചെയ്യുന്നത്, ഇങ്ങോട്ട് കടന്നു വരൂ എന്ന് പറഞ്ഞുകൊണ്ട് വ്യത്യസ്ത കക്ഷികൾ നിങ്ങളെ ഖുർആനും സുന്നത്തും വെച്ച് മാടി മാടി വിളിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സത്യവിഭാഗത്തിൽ തിരിച്ചറിയാൻ നിങ്ങൾക്ക് ഞാനൊരു മാനദണ്ഡം നിശ്ചയിച്ചു തരാം. ഇത്ര കൃത്യം അല്ലാന്റെ റസൂലിന്റെ വാക്ക്. സത്യവിഭാഗത്തെ കണ്ടെത്താൻ മാനദണ്ഡം ഖുർആനും ഹദീസും പറയുന്നവരെ നിങ്ങൾ സ്വീകരിച്ചോ എന്ന് റസൂലുള്ളാഹി പറഞ്ഞില്ല. മറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത് ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ മഹ്ദിയീൻ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ ചര്യ അംഗീകരിക്കുന്നവർ, ഖുർആന്റെ വ്യാഖ്യാനമാണ് റസൂലുള്ളാഹിന്റെ ഹദീസ്. അപ്പൊ ഖുർആനും നബി തങ്ങളുടെ സുന്നത്തും അംഗീകരിക്കുന്നവർ പോരാ, അത് രണ്ടിനും വ്യാഖ്യാനം നൽകുന്നവർ സുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ മഹ്ദിയീൻ, എന്റെ മാർഗദർശികളായ ഖലീഫമാർ, സ്വഹാബി പ്രമുഖന്മാർ, അവരുടെ വിശദീകരണങ്ങളും അംഗീകരിക്കുന്ന വിഭാഗമാരാണോ അവരാണ് സത്യവിഭാഗമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിവരയിട്ടതാ പറയുന്നത്. ആർക്കും വിയോജിക്കാൻ പറ്റാത്ത വസ്തുതകളാണ് ഞാൻ ഈ പറയുന്നത്. ഖുർആനും സുന്നത്തും മഹാന്മാരായ സ്വഹാബത്ത് കൊടുക്കുന്ന വിശദീകരണമാണ് അംഗീകരിക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സ്വഹാബത്ത് കൊടുത്ത വിശദീകരണം അടുത്ത തലമുറക്ക് കൈമാറി. അടുത്ത തലമുറ താബിഈകൾ, തൊട്ടപ്പുറത്ത് ജീവിച്ച തലമുറ. താബിഈകൾ തൊട്ടടുത്ത തലമുറക്ക് കൈമാറി താബിഈങ്ങൾ. ഈ 1, 2, 3 നൂറ്റാണ്ടുകാർ ചില്ലറക്കാരല്ല. വലിയ ആദിമികൾ, വലിയ വലിയ മഹാന്മാർ, വലിയ വലിയ യോഗ്യരായ ഇമാമിങ്ങൾ, അത് മാത്രം ജീവിച്ച കാലഘട്ടം. അവരൊക്കെ നല്ലവരാണ് എന്ന് തങ്ങളെ നേരത്തെ അംഗീകാരമുണ്ട്. സഹീഹുൽ ബുഖാരിയുടെ ഹദീസ്, ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഏറ്റവും നല്ലവർ എന്റെ 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചവരാണ്, പിന്നെ തൊട്ടടുത്ത നൂറ്റാണ്ടുകാരാണ്, സുമ്മല്ലദീന യലൂനഹും, പിന്നെ 3-ാം നൂറ്റാണ്ടുകാരാണെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ ഖുർആനും ഹദീസും സ്വഹാബത്ത് വിശദീകരിച്ച് ഈ 2 തലമുറകളിലേക്ക് എത്തിച്ചു. ഈ നല്ലവരെന്ന് പറഞ്ഞ ഈ 3 തലമുറന്റെ ഉള്ളിലാണ് ആ വിശുദ്ധ ഖുർആനും ഹദീസിനും സ്വഹാബത്ത് കൊടുത്ത വിശദീകരണങ്ങളും ഫത്വകളും മസ്അലകളും ഒക്കെ ഭംഗിയായി ക്രോഡീകരിച്ച് രേഖപ്പെടുത്തി എഴുതി വെച്ചത്. അതാ 4 മദ്ഹബുകൾ: ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി. ഇതൊന്നും കഴിഞ്ഞ നൂറ്റാണ്ടുകളിലല്ല സമസ്ത ഉണ്ടാക്കിയാലത്, അല്ലെങ്കിൽ 2-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയല്ല. ഇതൊക്കെ 13 നൂറ്റാണ്ടുകൾക്കപ്പുറം എന്റെ പ്രിയപ്പെട്ടവരെ ആ 3 തലമുറകളുടെ ഉള്ളിൽ ക്രോഡീകരിക്കപ്പെട്ടത് 4 മദ്ഹബ്. 4 മദ്ഹബ് എങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കുന്നു. 1 പോരെ? 4 മദ്ഹബ് പറഞ്ഞാൽ 1 തന്നെയാണ്. 4 മദ്ഹബിന്റെ ആളുകളും പുറത്തൊക്കെ പോയ ആൾക്കാരുടെ ഒരു കാര്യമായ തർക്കമൊന്നുമില്ല. മദ്ഹബുകൾക്കിടയ്ക്ക് ഒരു സംശയമല്ല. എല്ലാവരും ഒരേ നിസ്കാരം നിസ്കരിക്കുന്നത്, എല്ലാവരും നോമ്പ് ഒന്ന് തന്നെ, എല്ലാവരും സക്കാത്ത് ഒന്ന് തന്നെ. 4 മദ്ഹബ്. ചില ശാഖാപരമായ കാര്യങ്ങൾ ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ആ വ്യത്യാസം 4 മദ്ഹബിൽ എങ്ങനെ വന്ന് മദ്ഹബിന്റെ കിതാബിൽ തന്നിട്ടുണ്ട്. കാരണം സ്വഹാബത്ത് വിശുദ്ധ ഖുർആനും സുന്നത്തും വിശദീകരിക്കുന്ന സമയത്ത് സ്വഹാബികൾക്കിടയിൽ ഒരു വിഷയത്തിൽ 2 വ്യാഖ്യാനം വന്നാൽ ഒരു മദ്ഹബിൽ ഈ വ്യാഖ്യാനം വരും, മറ്റേ മദ്ഹബിൽ ഈ വ്യാഖ്യാനം വരും. മഹാന്മാരായ സ്വഹാബത്ത് വിശദീകരിക്കുന്ന സമയത്ത് 3 അഭിപ്രായം വന്നാൽ മദ്ഹബിൽ 3 അഭിപ്രായം വരും. അത് ഒറ്റപ്പെട്ട അപൂർവ ചില കേസുകൾ. ഏത് ഇഷ്ടമുള്ള നമുക്ക് സ്വീകരിക്കാം. 4 മദ്ഹബ് മുസാമ. കാരണം വിശുദ്ധ ഖുർആൻ തിരുസുന്നത്തും സ്വഹാബത്ത് കൊടുത്ത വിശദീകരണം. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സ്വഹാബത്ത് കൊടുത്ത വിശദീകരണം ക്രോഡീകരിച്ച് രേഖപ്പെടുത്തി വെച്ചതാണ് ഈ മഹാന്മാരായ മദ്ഹബിന്റെ ഇമാമുകൾ. അതാ 4 മദ്ഹബുകൾ. നമ്മുടെ മസ്അലൊക്കെ അതിലുണ്ട്. ഈ പറഞ്ഞ സംശയങ്ങളെ, സകലമായ സംശയങ്ങളുടെ ഉത്തരം ആ കിതാബിൽ, മദ്ഹബിന്റെ കിതാബുകളിലുണ്ട്. അവരൊക്കെ ജീവിച്ചത് ഈ 3 നൂറ്റാണ്ടിനുള്ളിൽ. നമ്മുടെ ഇമാം തന്നെ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു. നമ്മൾ ഷാഫി മദ്ഹബ സ്വീകരിക്കുന്നത്.
ഷാഫി ഇമാം ജനിച്ചത് ഹിജറ വർഷം 150 നേർ മധ്യത്തിൽ, 3 നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ. 204 വഫാത്തായി. അബൂ ഹനീഫ ഇമാം അതിന്റെ മുമ്പാ ജീവിച്ചത്. ഈ 4 മദ്ഹബിന്റെ ഇമാമുകൾ ദശലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാടമുള്ള മഹായോഗ്യരും സമർത്ഥരും ആലിമ്യങ്ങളും വിനയാന്വിതരുമായ ആ ഭക്തന്മാരായ മഹാപണ്ഡിതന്മാർ ക്രോഡീകരിച്ച ഈ 4 മദ്ഹബുകൾ സ്വഹാബത്ത് ഖുർആനും ഹദീസും കൊടുത്ത വിശദീകരണങ്ങൾ മസാലകളാണ്. അതിലിഷ്ടമുള്ളത് സ്വീകരിക്കാം. അത് സ്വീകരിക്കുന്നവരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. ശരിക്കും മനസ്സിലായിക്കോ എന്റെ സുഹൃത്തുക്കളെ, സംശയം ഉണ്ട് ചോദിക്കാം. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ പേരിന്റെ അർത്ഥം തന്നെ അതാണല്ലോ. അഹ്ലുസ് സുന്ന എന്ന് പറഞ്ഞാല് ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്ന ആളുകൾ. സുന്നത്ത് ഖുർആന്റെ വ്യാഖ്യാന. വൽ ജമാഅ സ്വഹാബത്ത് എന്ന ജമാഅത്തിന് വിധേയമായി. ജമാഅത്ത് എന്ന ആ സംഘം ആ സ്വഹാബത്ത് സംഘം സ്വഹാബി സമൂഹത്തിന്റെ വിശദീകരണങ്ങൾക്ക് വിധേയമായി ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്ന വിഭാഗം എന്ന നമ്മുടെ പേര് തന്നെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. എന്താണ് ആ മാർഗം? നമ്മൾ പുതിയതൊന്നും പറയില്ല. സുന്നിക്ക് പുതിയതൊന്നും പറയാനില്ല. നമ്മൾ ആ മദ്ഹബിന്റെ കിതാബുകളിലെ മസല പറയണത്. ആ മസല ഈ നൂറ്റാണ്ടുകാരോ കഴിഞ്ഞ നൂറ്റാണ്ടുകാരോ 5-ാം നൂറ്റാണ്ടുകാരോ 6-ാം നൂറ്റാണ്ടുകാരോ 7-ാം നൂറ്റാണ്ടുകാരോ 8-ാം നൂറ്റാണ്ടുകാരോ 10-ാം നൂറ്റാണ്ടുകാരോ ഒന്നും ക്രോഡീകരിച്ചതല്ല. ആ 3 നൂറ്റാണ്ടിന്റെ ഉള്ളിൽ ക്രോഡീകരിക്കപ്പെട്ട മദ്ഹബിന്റെ ഇമാമികൾ നിയമങ്ങളാ. ആ മസലകൾ മാത്രം സ്വീകരിക്കുക. അത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. ഖുർആനും സുന്നത്തും സ്വഹാബത്തിന്റെ വിശദീകരണം അംഗീകരിക്കുന്ന വിഭാഗം. മാ വറദ ബിഹി സുന്ന വമാ ജറ അലൈഹിൽ ജമാഅ. ഖുർആനും പ്രവാചകചര്യയിലും അധിഷ്ഠിതമായ മാർഗം. പക്ഷെ വമാ ജറ അലൈഹിൽ ജമാഅ, സ്വഹാബത്ത് എന്ന ജമാഅത്ത് അതനുസരിച്ച് എങ്ങനെ ജീവിച്ചോ, എങ്ങനെ സഞ്ചരിച്ചോ, എങ്ങനെ മാതൃക കാണിച്ചു എന്നോ ആ മാർഗം അംഗീകരിക്കുന്ന വിഭാഗം. ആ സംശുദ്ധമായ മാർഗം അംഗീകരിക്കുന്നവരാണ് ആര്? അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. ഇനി ഇതല്ലാത്തൊരു മാർഗം സ്വീകരിക്കുക. സുന്നത്ത് ജമാഅത്തിന് പുറത്തുള്ള എല്ലാ കക്ഷികൾക്കുള്ള ആകെ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ. ഈ ഖുർആനും സുന്നത്തും സ്വഹാബത്തിന്റെ വിശദീകരണം സ്വീകരിക്കുന്നില്ല എന്നുള്ളത്. വേറെ ആ പ്രശ്നം തീർന്നാൽ ഒക്കെ തീർന്നു. അവര് പറയുന്നത്, അല്ലെങ്കിൽ ചിലർ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നത് ഖുർആനും സുന്നത്തും സ്വഹാബത്തിന്റെ വിശദീകരണങ്ങളോ ഇമാമിങ്ങളെയും ഹോജാക്കന്മാരെ കിതാബുകളോ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾ ഖുർആനും സുന്നത്തും നേരിട്ട് മസലകൾ സ്വീകരിക്കും, ഇമാമിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമില്ല. അള്ളാഹുൽ അഭയം. അള്ളാഹു അത്തരം ചിന്തകൾ നമ്മളെയും നമ്മുടെ സഹോദരനെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. വഴി തെറ്റിപ്പോകും സഹോദരന്മാരെ. ഫസ്റ്റ് മുജാഹിദാവും പിന്നെ ജമാഅത്താവും അവിടെ നിന്ന് ഉറച്ചു നിൽക്കും നിങ്ങൾ വിചാരിക്കണ്ട. ഞാൻ എന്റെ സുഹൃത്തുക്കളെ കുറ്റപ്പെടുത്താനല്ല പറയുന്നത്. അത് വഴി തെറ്റിയ ഫസ്റ്റ് റൂട്ടാ. അവിടുന്ന് പുറത്തുകൾ പോകും, പതുക്കെ 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 പുറത്തേക്ക് പോകും. അനുഭവങ്ങളാ. കാരണം അങ്ങനെ ഹദീസുകൾ പറയുന്നത്. അവിടെ ഉറച്ചു നിൽക്കൂല, പുറത്തേക്ക് തെറിച്ചു പോകും. ഞാൻ ചോദിക്കട്ടെ, ചേകനൂർ മൗലവി മരിച്ചുപോയി. ആൾ അപ്രത്യക്ഷനായി, പിന്നീട് വധിക്കപ്പെട്ടു, CBI വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു, പിന്നെ ചില ആളുകളെ മേൽ കേസ് ചാർജ് ചെയ്തു, കോടതി വിധിച്ചു, ശിക്ഷിച്ചു. ഈ പ്രമാദമായ കേസിലെ കഥാപാത്രം മൗലവി ചേകനൂർ ഒരുപാട് പുതിയ ചിന്തകൾ ഈ സമുദായത്തിൽ കൊണ്ടുവന്ന ആളാ. ഒരുപാട് പുതിയ പുതിയ ചിന്തകൾ. ആൾക്കാർ ആശയക്കുഴപ്പത്തില്ല. ഇബ്ലീസിന്റെ ചിന്തകൾ. നിസ്കാരം 3 വഖ്തുള്ളൂ എന്ന് മാത്രമല്ല ആളാണ് പറഞ്ഞത്. ഖുർആനും ഹദീസും വിശദീകരിച്ചിട്ട്, സ്വഹാബത്തിനെ മാനിക്കാതെ സ്വന്തം വിശദീകരിച്ചിട്ട്, കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് നോമ്പ് റമദാൻ നിർബന്ധം എനിക്ക് അഭിപ്രായമല്ല. ഞാൻ ഖുർആനും ഹദീസ് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാണ് അങ്ങനെ. കാരണം അതൊക്കെ പ്രവാചക തിരുമേനി ആട്ടിന്റെ മാംസവും ഈത്തപ്പഴവും ധാരാളം തിന്ന് തടിച്ച് കൊഴുത്ത് കൊളസ്ട്രോൾ കൂടി അറബികൾക്ക് ആ പ്രവാചകൻ നിർബന്ധമാക്കി. കൊല്ലത്തിൽ മാസം നോമ്പ്. ഒന്ന് കൊളസ്ട്രോൾ ക്രമീകരിക്കാൻ ഇന്നത്തെ പോലെ സംവിധാനങ്ങളില്ല. ശാസ്ത്രീയമായി അന്ന് ഏർപ്പാടില്ല. ചേകനൂരോട് പ്രസംഗ കാലത്ത് നമുക്ക് നല്ല ദാരിദ്ര്യ. പാവം ഈ മത്തിയും കപ്പയും തിന്ന് ജീവിക്കുന്ന ഈ മിസ്കിമാരെ പ്രവാചക തിരുമേനി കണ്ടിട്ട് 1 മാസം പോയിട്ട് 1 ദിവസം പോലും നോമ്പ് നിർബന്ധമാക്കുമായിരുന്നില്ല. വെറുതെ നോമ്പെടുക്കാൻ നടക്കേണ്ടതാണ് മനുഷ്യനാണ്. അയാൾ ഖുർആനും ഹദീസും വിശദീകരിച്ചതാ. അതുപോലെ ചേകനൂർ മൗലവിക്ക് തൊട്ട് താഴെ ഉണ്ടായിരുന്ന CN അഹമ്മദ് മൗലവി വലിയ പണ്ഡിതൻ. പാണ്ഡിത്യത്തിന് കുറവില്ല. CN അഹമ്മദ് മൗലവി നന്നായിട്ട് ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. CN അഹമ്മദ് മൗലവി പറഞ്ഞ ഖബറിൽ മുൻകറക്കിയ ചോദ്യം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഖബർ സ്ഥിരമായ ജീവിതമല്ല. ഖബർ ഖിയാമത്ത് നാൾ വരെയുള്ള ജീവിതമാണ്. യഥാർത്ഥത്തിൽ ഒരു കണക്കും പരിശോധനയും എവിടെ വരുന്നുണ്ട്? ഖിയാമത്ത് നാൾ കഴിഞ്ഞിട്ട് മഹ്ശറ വരുന്നുണ്ട്. മഹ്ശറിൽ അള്ളാഹ് നേരിട്ട് വിചാരണ നടത്തി ഫരീഖുൻ ഫിൽ ജന്ന വ ഫരീഖുൻ ഫിസ് സാർ. ഒരു പാർട്ടി സ്വർഗത്തിലേക്ക്, മറ്റേ പാർട്ടി നരകത്തിലേക്ക്. ഫൈനൽ തീർപ്പ് സുപ്രീം കോടതിയുടെ വിധിയാണ് വരാൻ പോകുന്നത്. ഡിവിഷൻ ബെഞ്ചിന്റെ വിധി വാക്ക് ഫൈനൽ വിധിയാ. അതിനു മുമ്പ് ഖബറിൽ 2 മുങ്കർ നക്കീറിനെ വിട്ടിട്ട്, ഭീകരന്മാരെ വിട്ടിട്ട് പേടിപ്പിച്ചിട്ടൊരു പീഡനം.
അതൊക്കെ കേരള ലോക്കൽ പോലീസ് ചെയ്യുക, പ്രതിയെ പിടിച്ചുകൊണ്ടുപോയി ലോക്കപ്പിലിട്ട് മർദ്ദിക്കുക, വിധി കോടതിയിൽ നിന്ന് വരുന്നതിന് മുമ്പ്. നീതിമാനായ അള്ളാഹു അങ്ങനെ ലോക്കപ്പ് പ്രവർത്തനം നടത്തൂല ഞാൻ വിശ്വസിക്കുന്നത്. ആണ് ഖുർആൻ മുജാഹിദിന്റെ ടോപ്പ് ആൾക്കാരായിരുന്നു. നമ്മൾ ചരിത്രം പഠിക്കണം, നല്ല വിവരമുണ്ട്. പക്ഷെ ചിന്ത ഇങ്ങനെ ഖുർആനും ഹദീസും സ്വഹാബത്ത് കൊടുത്ത വിശദീകരണം കവച്ചു വെച്ചിട്ട് അത് ഇട്ടിട്ട് സ്വന്തം ഖുർആനും ഹദീസും വ്യാഖ്യാനം തുടങ്ങിയ ബുദ്ധി കൂടുതലുണ്ടോ ആൾ വഴി തെറ്റിപ്പോകും. പറഞ്ഞിട്ട് കാര്യമില്ല. ബുദ്ധി കുറഞ്ഞ ആൾക്കാരാണ് മുജാഹിദ് അങ്ങനെ നിൽക്കും. കാരണം സ്വന്തം ചിന്തല്ലേ. ചേകനൂർ മൗലവി ആരായിരുന്നു? വാഴക്കാട് നടന്ന സുന്നി മുജാഹിദ് സംവാദത്തിൽ മുജാഹിദ് പക്ഷത്തിന് നേതൃത്വം കൊടുത്ത പ്രഗത്ഭനായ പണ്ഡിതനായിരുന്നു ചേകനൂർ മൗലവി. ആളാണ് വഴിതെറ്റിപ്പോയത്, കുഫറിലേക്ക് പോയത്. CN അഹമ്മദ് മൗലവി ഇവരുടെ ആനുകാലികൾ സ്ഥിരം ലേഖകനായിരുന്നു. ആർക്കാ നിഷേധിക്കാനാകാ? വേണ്ട. ഇന്നത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ പല ഗ്രൂപ്പുകളുണ്ടല്ലോ, നിങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയില്ല, ഞാനത് വിശദീകരിക്കുന്നില്ല. ഇന്നത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ പല ഗ്രൂപ്പുകളായി വേർതിരിഞ്ഞ് തമ്മിലടിച്ച് ശിഥിലമായി ചിഹ്ന ഭിന്നമായി പരസ്പരം കാഫറുകളും മുശ്രിക്കുകളും ആക്കി നടക്കുക. പണ്ടൊക്കെ നമ്മളേനും മുശ്രിക്ക് മുജാഹിദ് അനങ്ങിയാ വാല് വെച്ചാ സുന്നികൾ കാഫറാണ്, മുശ്രിക്കാണ്, അങ്ങട്ടാണ് ഇങ്ങട്ടാണ്, ശിർക്ക് ചെയ്യുന്നവരാ ഇങ്ങനെ പറയും. ഇന്നിപ്പോ അവർക്കെന്നെ തമ്മിൽ ശിർക്കും കുഫറും പറയാൻ ഒഴിവില്ല. പിന്നല്ലേ നമ്മളെ തമ്മിൽ മുശ്രിക്കാക്കിക്കൊണ്ടിരിക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മുശ്രിക്കാക്കിക്കൊണ്ട് നടക്കുന്ന വ്യത്യസ്ത ഗ്രൂപ്പുകൾ, കാഫറാക്കിക്കൊണ്ട് നടക്കുന്ന വ്യത്യസ്ത ഗ്രൂപ്പുകൾ, ആ ഗ്രൂപ്പുകൾപ്പെട്ട ചില ഗ്രൂപ്പിന്റെ ആൾക്കാരൊക്കെ ചേങ്ങരുടെ പ്രസ്ഥാനത്തേക്ക് ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുക. ഇതൊന്നും നമ്മൾ പറയുന്നതല്ല, അവർ തന്നെ അവരെ പ്രസിദ്ധീകരണങ്ങൾ പച്ചയായി എഴുതി വെക്കുന്ന സത്യ. അവരുടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലവിലുള്ള ചിത്രത്തിന്റെ ഒരു ചെറിയ രൂപം അവരുടെ പ്രസിദ്ധീകരണങ്ങൾ തന്നെ വന്നതിന്റെ ഫോട്ടോസ്റ്റാറ്റ്. എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇങ്ങനൊരു അപചയം വരാനുള്ള കാരണങ്ങളെന്ന് വസ്തുതാപരമായി അവരെ പ്രസിദ്ധീകരണ ഉദ്ധരണികൾ വെളിച്ചത്തിൽ എഴുതിയ ഒരു ലഘു പുസ്തകമുണ്ട്. 40 രൂപ വരെയുള്ള പുസ്തകം. നിങ്ങൾക്ക് മുജാഹിദ് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ, മുജാഹിദ് ബന്ധപ്പെട്ട മുജാഹിദ് പ്രവർത്തകരോ അയൽക്കാരോ നാട്ടുകാരോ കൂട്ടുകാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ പുസ്തകം 40 രൂപ കൊടുത്ത് വാങ്ങിയാൽ നിങ്ങൾക്കിത് പ്രയോജനമുള്ളത് വായിക്കുമ്പോൾ നിങ്ങൾ വായിച്ചിട്ട് കൊടുത്താൽ മതി. അക്ഷരാർത്ഥത്തിൽ അല്ലാഹ് ഹിദായത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളാൻ സാധിക്കും. അങ്ങനത്തെ ചില വസ്തുതകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ചില ഗ്രൂപ്പുകൾ ഞാൻ സൂചിപ്പിച്ചല്ലോ, ഈ ചേകനുണ്ട് പ്രസ്ഥാനത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുക. അവരെ കുറിച്ച് പണ്ഡിതന്മാർ അവർ തന്നെ എഴുതുക, സുല്ലമിമാർ, മദനിമാർ, അവരെ ബിരുദധാരികളായ പണ്ഡിതന്മാർ. എന്താ പ്രശ്നം? പ്രശ്നമാവുന്നില്ല. ഖുർആനും ഹദീസും നേർക്കുനേരെ വ്യാഖ്യാനിക്കാം. 14 നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്ത് 23 വർഷക്കാലം കൊണ്ട് സ്ഥലകാല സന്ദർഭങ്ങൾക്ക് അനുസൃതമായി അവതരിപ്പിക്കപ്പെട്ട ഈ വിശുദ്ധ ഖുർആൻ സൂക്തങ്ങളും ഈ നബിവചനങ്ങളും 14 നൂറ്റാണ്ട് ഇപ്പുറത്ത് അന്നതിന് ദൃക്സാക്ഷികളായ സ്വഹാബത്തിന്റെ അടിക്കുറിപ്പുകളും വിശദീകരണങ്ങളും ഇല്ലാതെ സർവതന്ത്ര സ്വതന്ത്രമായി വ്യാഖ്യാനത്തിൽ തെറ്റുപറ്റുമെന്ന കാര്യം സുനിശ്ചിതം. അതാണ് ഈ പ്രസ്ഥാനങ്ങൾക്കൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരൊറ്റ തെറ്റാ. ആ തെറ്റ് തീർത്താ പ്രശ്നമൊക്കെ പരിഹരിക്കപ്പെടും. അല്ലെ തെറ്റ് പറ്റൂല. സുഹൃത്തുക്കൾ, നിങ്ങൾ ആലോചിച്ച് നോക്കി. 14 നൂറ്റാണ്ട് കാലത്തിന് മുമ്പ് അള്ളാഹുവിന്റെ ഹബീബ് വിശുദ്ധ മക്കയിലും മദീനയിലും ആ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഓരോ സന്ദർഭത്തിൽ പറഞ്ഞതും കേൾപ്പിച്ചതും മലക്ക് വന്ന് ഓതി കേൾപ്പിച്ചതുമായ ആയത്തുകളും ഹദീസുകളൊക്കെ വിശദീകരണം ആ ദൃക്സാക്ഷികളായ അനുഭവസ്ഥരായ സ്വഹാബത്തിനല്ലേ അറിയുള്ളൂ. അവരെ വിശദീകരണം അല്ലാതെ നമ്മൾ വ്യാഖ്യാനിച്ച തെറ്റ് പറ്റുന്ന ഉറപ്പല്ലേ? നമ്മളെ നിത്യജീവിതത്തിൽ തന്നെ ധാരാളം ഇങ്ങനത്തെ അബദ്ധങ്ങൾ വരാറുണ്ട്. സന്ദർഭം അറിയാതിരുന്നാൽ, പശ്ചാത്തലം അറിയാതിരുന്നാൽ. നമ്മളൊരു ഒതുങ്ങിയ സദസ്സാണോ, ഞാനൊരു ചെറിയ കഥ പറയാം. ഈ ഉദാഹരണം കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, സമയം വേസ്റ്റ് ആക്കാനല്ല. നമുക്കൊക്കെ മദ്രസ പരിചയം. മദ്രസയിലെ 1ാം ക്ലാസ്സിലൊരു കുട്ടി, 1ാം ക്ലാസ്സിലെ കുട്ടി രാവിലെ 7:00 മദ്രസ തുടങ്ങും, 9:30 മണിക്ക് മദ്രസ വിടും. കുട്ടി 7:00 മദ്രസ കറക്റ്റ് പോയിട്ടുണ്ട്. ഒരു 8 മണിക്ക് തന്നെ വീട്ടിലേക്ക് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ സ്ലേറ്റ് ബുക്കും മനസ്സിലും പിടിച്ച് വരുന്നുണ്ട്. ഉപ്പപ്പഴക്ക് ജോലിക്ക് പോയിട്ടുണ്ട്. ഉമ്മ ചോദിച്ചു, മോനെ എന്ത് പറ്റി? ഉമ്മാന്റെ കുട്ടിക്ക് എന്ത് പറ്റി? ഉമ്മാന്റെ ഉസ്താദ് അടിച്ചു പറഞ്ഞു. അത് സാറില്ല മോനെ, അടിച്ച ഭാഗം സ്വർഗത്തിൽ കിടക്കും. ഉമ്മാന്റെ കുട്ടി അങ്ങനെ പോയി കരുന്നിട്ട് പോരാൻ പാടില്ല. ഉമ്മാന്റെ തലക്കാണ് ചെന്ന് സാറില്ല മോനെ, തല സ്വർഗത്തിൽ കിടക്കും. ഉമ്മാന്റെ കുട്ടി അങ്ങോട്ട് അവൾ അങ്ങനെ കുട്ടികളെന്ത് ചെയ്യും? ഒരു ഈ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്താൻ അങ്ങനെ പറയല്ലോ. ഉമ്മ പട്ടി കൊണ്ട് അടിച്ചത്. സുബ്ഹാനല്ലാഹ്, പട്ടി കൊണ്ട് കുട്ടിയുടെ തലക്ക് അടിച്ചു ചോദിച്ചു. അടിച്ചു ഉമ്മ. കുട്ടിക്കാരല്ലേ? ഏത് ഉസ്താദെ മോനെ അടിച്ചത്? ഉമ്മ എന്റെ ഉസ്താദാണ് അടിച്ചത്, സദർ ഉസ്താദ്. ഇന്ന് അമ്മാനൊട്ടി പോകണ്ട, പട്ടികനെ കഷ്ണം കൊണ്ട് തലക്കടിച്ചാൽ കുട്ടികളെ ഇപ്പൊ ബാക്കി ഉണ്ടാവില്ലോ. ഉമ്മാനൊട്ടി ഇവിടെ നമുക്ക് ഇപ്പം പറഞ്ഞു കൊടുക്കാറോ? ഉമ്മക്ക് മനസ്സ് വേഗം അലിയും. പിന്നെ കുട്ടി അവിടെ നിന്ന് കളിയും ചിരിയും തമാശയൊക്കെ പിന്നെ സ്കൂളിൽ പോയൊക്കെ തിരിച്ചു വന്നു. പിന്നെ വൈകുന്നേരം ഉപ്പ ജോലി കഴിഞ്ഞു വന്നു. ഉമ്മത് വലിയ സംഭവമാക്കി എടുത്തിട്ടുണ്ടല്ലോ. അല്ല അങ്ങനെ വല്ലതും അറിഞ്ഞു ചോദിച്ചു. എന്തേ ചോദിച്ചു? അല്ല വഴിയിൽ നിന്നൊന്നും പറഞ്ഞു കേട്ടില്ല. ഇല്ല. നന്ന് വലിയ സംഭവം ഉണ്ടായിരുന്നു. രാവിലെ നമ്മളെ കുട്ടിനെ
ഉസ്താദ് തലക്ക് പട്ടികന്റെ കഷ്ണം എടുത്ത് അടിച്ച് കുട്ടി കരഞ്ഞ് മദ്രസ പൂർത്തിയാക്കാതെ വന്നിക്കാണ്, ഞങ്ങൾ വരട്ടെ നിധി കാത്തിക്കണം. ആഹാ തെന്നെടാൻ ഉസ്താദ് അടിച്ചു ചോദിച്ചു. അടിച്ചു പറഞ്ഞു. തലക്കടിച്ച് വിശ്രമിക്കാനും കട്ടൻ ചായ കുടിക്കാനും ഒന്നുമില്ല. അപ്പല്ലേ മക്കളുള്ള ആ ഒരു വൈകാരിക ബന്ധം. ആ കുട്ടിന്റെ കൈ പിടിച്ച് നേരെ മദ്രസയിലേക്ക് പോവുക. മദ്രസിന്റെ വരാന്തയിലെത്തി. ആരുടെ എന്താ ഉസ്താദ് ചോദിച്ചു. ഇപ്പൊ സദർ ഉസ്താദാണ്. അവർ ഒന്ന് രണ്ട് മാലിന്യങ്ങൾ ഇങ്ങനെ വരാന്തയിൽ അങ്ങോട്ടും കൊണ്ട് നടക്കുന്നുണ്ട്. എവിടെ സദർ ഉസ്താദ് ചോദിച്ചു. സദറുടെ ഓഫീസിലുണ്ട്. എന്ത് വിശേഷിച്ചു ചോദിച്ചു. അല്ല ഒന്നുമല്ല, ഇത്ര പോകുന്ന പിഞ്ചു മക്കളെ, 1ാം ക്ലാസ്സിലെ കുട്ടിയാ, ഈ പട്ടികന്റെ കഷ്ണമൊക്കെ തലക്കടിക്കാറാ എവിടുന്ന് കിട്ടിയ സംസ്കാരം അത്? ഞാനും പണ്ടൊക്കെ ദിവസം ഓതി പഠിച്ച അൽഫി പത്തുവിനെ ഓതി പഠിച്ചാളാ എന്ന് പറയുക വാചാലനാകാൻ തുടങ്ങിയപ്പോൾ ഇവർക്ക് മനസ്സിലായി രാവിലത്തെ സംഭവമാണ്. ഈ 2 ഉസ്താദുമാർ പറഞ്ഞു, സംഭവം നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, പക്ഷെ അതിന്റെ സത്യസ്ഥിതി നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ, സദർണമണി കാണിച്ചു തരാം, പക്ഷെ ആദ്യം ഞങ്ങൾ ദൃക്സാക്ഷികളാ, ഞങ്ങൾ അനുഭവിച്ച ആ കാര്യം എന്ന് പറയട്ടെ എന്ന് ചോദിച്ചു. എന്ത് പറയാനുള്ള പറഞ്ഞോളി പറഞ്ഞു. അവിടെ തന്നെ നിന്നു. അത് ഇരിക്കൊന്നും വേണ്ട. ഉസ്താദുമാർ 2 പറഞ്ഞു, നിങ്ങളുടെ കുട്ടി 1ാം ക്ലാസ്സിലാ. 1ാം ക്ലാസ്സിലെ കുട്ടിക്ക് ഏറ്റവും നല്ല ഉസ്താദിനാണ് 1ാം ക്ലാസ്സിൽ വെക്കുക. ഏറ്റവും നല്ല ഉസ്താദിനെ 1ാം ക്ലാസ്സിൽ വെക്കുന്നത് എന്താ വെച്ചാൽ നല്ല ട്രെയിനിങ് ഉള്ള ഈ കുട്ടികളൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണം. അവിടെ 1ാം ക്ലാസ് മാത്രം എല്ലാ ക്ലാസ്സിലും 7:30 മണിക്ക് ബെല്ലടിച്ച് അറ്റൻഡൻസ് എടുക്കും. അപ്പൊ എല്ലാവരും പ്രസന്റ് അല്ലെങ്കിൽ ഹാജർ ഇങ്ങനെ പറഞ്ഞു. എല്ലാ ക്ലാസ്സും ശാന്ത സൈലന്റാ. 1ാം ക്ലാസ്സിലെ കുട്ടികൾ അച്ചടക്കം പഠിച്ചിട്ടില്ല. ഒന്ന് മാന്തിയിട്ടും പിച്ചിയിട്ടും നുള്ളിയിട്ടും ഇങ്ങോട്ടൊക്കെ അറിഞ്ഞുകൊണ്ട് പല സൈസൊക്കെ. നമ്മളെ കുട്ടികളൊക്കെ ഉസ്താദ്മാർ നേരാക്കിയിരിക്കണത് വലിയ നന്ദി പറയണം നമ്മൾ ഇവരോട്. നമ്മൾ കുട്ടിക്ക് ഭക്ഷണം കൊടുത്ത് ശരീരം വളർത്തുന്നുള്ളൂ. ആശുപത്രി രോഗം വന്ന ആശുപത്രി കൊണ്ടുപോകും. ഈ കുട്ടികളെ ആത്മാവിനെ സംസ്കരിച്ച് ശുദ്ധീകരിച്ച് നല്ല മക്കളാക്കി ഖുർആനും മസലയും പഠിപ്പിച്ചെന്ന വലിയ മഹാന്മാരായ ഉസ്താദ്മാര്. ഇവർ നന്നായി നമ്മൾ ആദരിക്കണം. ഉമ്മാനി ഇപ്പാനേക്കാളും ഒരർത്ഥത്തിൽ ഉസ്താദ്മാരാണ് കുട്ടികൾക്ക് ഏറ്റവും ബന്ധപ്പെട്ട ആളുകൾ. ആ നിലയിൽ അച്ചടക്കം ഇങ്ങനെ പഠിപ്പിക്കുന്ന സമയമാണ് ക്ലാസ്സാണ് 1ാമത്തെ ക്ലാസ്. അപ്പൊ 1ാം ക്ലാസ് സദർ ഹാജരെടുക്കുമ്പോൾ കുട്ടികളെ മുഖത്തേക്കാ നോക്കുക, ഹാജർ പട്ടികല്ല നോക്കുക. അബ്ദുൽ ഖാദർ കോടൻ ഇങ്ങനെ നോക്കിയിട്ട് ഇവിടെ മാർക്കിന് പറയാൻ കുട്ടിനെ ഇങ്ങനെ നോക്കുക ചെയ്യുക. അബ്ദുൽ നാസർ ചങ്ങലാംകുന്ന് ഇങ്ങനെ നോക്കും. അങ്ങനെ നോക്കി പതുക്കെ ഹാജരെടുക്കുമ്പോൾ ഓരോ കുട്ടികൾ പിച്ചാന്നുള്ള അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഹാജരെടുക്കുമ്പോൾ നിങ്ങളെ കുട്ടി വേറെ കുട്ടിയുടെ ചെവി ഇങ്ങനെ പിടിച്ചിട്ട് തിരിച്ചത്. ഒരു കുട്ടി ആർന്നു. അപ്പൊ എല്ലാ കുട്ടികളും തിരിഞ്ഞു നോക്കി. അപ്പൊ സദർ എന്ത് ചെയ്തു, പെന്നെ അവിടെ വെച്ചിട്ട് ഹാജർ പട്ടിക ഇങ്ങനെ ചുരുട്ടിയിട്ട്, കുട്ടികളൊന്നും ശ്രദ്ധിക്കുക 1ാം ക്ലാസ്സുകാരല്ലേ, ഇതെങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് പതുക്കെ ഇങ്ങനെ ക്ലാസ്സിൽ ഇറങ്ങി ഇങ്ങനെ ചെന്നിട്ട് നിങ്ങളെ കുട്ടിന്റെ ബെഞ്ചിന്റെ ബാക്കിൽ ചെന്നിട്ട് ഹാജർ പട്ടി കുട്ടിയെ തലക്ക് ഇങ്ങനെ ചൊട്ട് കൊടുത്തു. അപ്പോഴാ കുട്ടി തിരിഞ്ഞു. എന്താ സംഭവം? അല്ലാ ഉസ്താദ് അടിച്ചേക്കാണ്. കുട്ടി വഷളായല്ലോ. കുട്ടിക്ക് ഇതുവരെ അടി കിട്ടാത്ത കുട്ടിയാ, പഠിക്കണ കുട്ടിയാ. കുട്ടിയോട് കരഞ്ഞപ്പോ അടുത്ത ക്ലാസ്സിലെ കുട്ടികൾക്ക് ഏന്തി വലിഞ്ഞ് നോക്കാൻ തുടങ്ങി. എല്ലായിടത്തും ഹാജരെടുക്കല്ലേ. അപ്പൊ കുട്ടിക്ക് വലിയ വഷളത്വം, ഭയങ്കര കരച്ചില്. ഭയങ്കര കരച്ചിലായപ്പോ കുട്ടിനെ ആശ്വസിപ്പിക്കാൻ സദർ കുറെ കെണിഞ്ഞു നോക്കി. ചില കുട്ടികൾ വലിയ വാശിക്കാരേക്കാരം. മനുഷ്യന്മാർ പല പ്രകൃതിയല്ലേ. ഈ കുട്ടി ഭയങ്കര വാശിക്കാരാണ്. ഭയങ്കര കരച്ചിലിന് മൂർച്ച കൂട്ടല്ലാതെ കുറക്കില്ല. എന്ത് സോപ്പാക്കിയിട്ടും ലാസ്റ്റ് ഞങ്ങളൊക്കെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി വന്നു. എടാ മുട്ടായി വാങ്ങി തരാം, കരയിലട അപ്പ കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞു. ഒരു കുട്ടിക്ക് ഒന്നും വേണ്ട. കുട്ടി സ്ലേറ്റും പെൻസിലും ബുക്ക് കൊടുത്ത് പോവുകയാണ്. ലാസ്റ്റ് ഞങ്ങൾ ചർച്ച ചെയ്തു, എന്താ ഉസ്താദ് ചെയ്യണമെന്ന് വെച്ചു സദറിനോട്. ഇപ്പൊ തൽക്കാലം പോട്ടാക്കെ ശരിയാവുന്നതാണ് ഉസ്താദ്. അങ്ങനെ കുട്ടി വന്നത് കാരണം. ആഹാ എന്നെ ഹാജർ പട്ടി കൊണ്ടാണ് അടിച്ചു ചോദിച്ചു. പറഞ്ഞു കുട്ടികൾ സത്യമല്ലേ പറയുള്ളൂ. കുട്ടിന്റെ 2 കൈയും വെച്ചിട്ട് 2 അടിയും കൂടി കൊടുത്തു. അപ്പൊ നടക്കടാ വീട്ടിൽ കയറുന്നു. ഇയാൾക്ക് സദർ ഉസ്താദിനെ കാണും വേണ്ട, വിശദീകരണം ചോദിക്കും വേണ്ട. എന്തേ പ്രശ്നം? ഈ ഹദീസിന് ദൃക്സാക്ഷികളായ ഈ മുഅല്ലിങ്ങൾ വിശദീകരണം കൊടുത്തു. ഇത് ഹദീസാക്കി കിതാബിൽ വരികയാണെങ്കിൽ സദർ ഉസ്താദ് കുട്ടിനെ പട്ടി കൊണ്ട് അടിച്ചു എന്നുണ്ടാവും. ചിലപ്പോൾ അപ്പുറത്ത് പാണക്കാട് ഹൈദർ ശിഹാബ് തങ്ങളെ മദ്രസന്റെ പുതിയ ബ്ലോക്ക് ഉദ്ഘാടനം ഞാൻ ഡേറ്റ് നിശ്ചയിച്ചു നിന്നുണ്ടാവും വേറെ ഹദീസിൽ. തൊട്ടുപുറത്ത് 1 ലോഡ് പട്ടികയും 1/2 ലോഡ് ഉത്തരം കൊണ്ട് ഇറക്കിയിട്ടുണ്ടെന്നുണ്ടാവും. തൊട്ടുപുറത്ത് ആശാരിപ്പണി തകൃതിയായി നടക്കുന്നുണ്ടാവും. ഒക്കെ ഹദീസ് പാടെ കമ്പ്യൂട്ടറിൽ വായിച്ചാൽ സദർ ഉസ്താദ് ആ പട്ടിക എടുത്തൊരു കഷ്ണം എടുത്ത് തലക്കടിച്ചു തന്നെ കിട്ടുക. നേരെ മറിച്ച് ഈ സംഭവത്തിന് ദൃക്സാക്ഷികളായ സ്വഹാബിവരന്മാരെ പോലെ ഈ മുഅല്ലിങ്ങളുടെ വിശദീകരണം കിട്ടിയപ്പോൾ ഹലാസ് പ്രശ്നം കംപ്ലീറ്റ് ആയി. ഇയാളെല്ലാ കൺഫ്യൂഷനും തീർന്നു, എല്ലാം റെഡിയായി, സത്യസന്ധമായ ആശയം കിട്ടി. നിങ്ങൾ ഓർത്ത് നോക്കുന്നൊരു സംഭവമല്ലല്ലോ. 14 നൂറ്റാണ്ടുകൾക്ക് അപ്പുറം 23 വർഷക്കാലത്തിനേക്കാൾ നൂറ്റാണ്ടുകാലം ജീവിച്ച പ്രവാചകരുടെ ജീവിതത്തിലെ മൊത്തം സംഭവ വികാസങ്ങൾ, അന്ന് അവതരിപ്പിക്കപ്പെട്ട 23 വർഷക്കാലത്തെ 6000-ൽ പരം ഖുർആൻ സൂക്തങ്ങൾ, അതിനൊക്കെ സന്ദർഭങ്ങളും പശ്ചാത്തലങ്ങളും പറയുന്ന സ്വഹാബികളുടെ വിശദീകരണങ്ങളില്ലാതെ നമ്മൾ ഇപ്പോൾ ഖുർആനും ഹദീസ് കൊടുത്തിട്ട് നമ്മളെ അർത്ഥം അതിന് വിശദീകരണം കൊടുത്ത് അതിന്റെ മസല എങ്ങനെയാണ് തെറ്റ് പറ്റുന്ന കാര്യം സുനിശ്ചിതം.
അതാണ് മുജാഹിദിന് പറ്റിയത്, അതാ ജമാഅത്തിന് പറ്റിയത്, അതാ തബ്ലീഗിന് പറ്റിയത്, അതാ ഖാദിയാനിക്ക് പറ്റിയത്, അതാ ചേകനൂർ മൗലവിക്ക് പറ്റിയത്, അതാ തീവ്രവാദ സംഘടനകൾക്ക് പറ്റിയത്, അതാ വ്യാജ തരീഖത്തുകൾക്ക് പറ്റിയത്, അതാ ചരിത്രത്തിൽ ഖദറിയത്തിന്, റാഫിലിയത്തിന്, അതുപോലെ തന്നെ മുജസ്സിമത്തിന്, ലോക ചരിത്രത്തിൽ ഖവാരിജിന് കഴിഞ്ഞ എല്ലാ വിഭാഗങ്ങൾക്കും സംഭവിച്ച അബദ്ധത ഖുർആനും ഹദീസും സ്വഹാബത്തിന്റെ വിശദീകരണം ആശ്രയിക്കാതെ സ്വന്തമായി വ്യാഖ്യാനിച്ചു. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് അവിടെ നേർരേഖയില ആ ഖുർആനും സുന്നത്തും സച്ചരിതരായ സ്വഹാബിവരന്മാരും താബിഈകളും താബിഈ കൊടുത്ത വിശദീകരണം അന്ന് ക്രോഡീകരിച്ച് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവിടെ നമ്മളുള്ളത്. നമ്മൾ സ്വന്തമായി ഖുർആനും ഹദീസും വ്യാഖ്യാനിക്കൂല. ഞാൻ ചോദിക്കട്ടെ, മുജാഹിദ് പ്രസ്ഥാനം അവർ ഖുർആനും ഹദീസും സ്വന്തമായി വിശദീകരിച്ച് മസ്അല പറയാതെ മഹാന്മാരായ സ്വഹാബത്ത് കൊടുത്ത വിശദീകരണത്തിൽ മാത്രം ഉറച്ചു നിൽക്കുകയാണെങ്കിൽ രണ്ട് പാർട്ടിനുണ്ടാവില്ല. മുജാഹിദിന്റെ മസലൊക്കെ ഇങ്ങനെ വെട്ടും. നിസ്കാരത്തിൽ നെഞ്ചത്ത് കൈകെട്ടണം. എവിടുന്ന് മുജാഹിദിന് കിട്ടിയത്? ഹദീസ് സ്വന്തം വ്യാഖ്യാനിച്ചപ്പോഴാണ് കിട്ടിയത്. നേരെ മറിച്ച് ഹദീസിനും ഖുർആനും സ്വഹാബികൾ കൊടുത്ത വിശദീകരണം അനുസരിച്ച് സ്വഹാബികളുടെ നെഞ്ചത്ത് കൈകെട്ടിയത് സ്വഹാബികൾക്കറിയാലോ റസൂലുള്ളാഹിന്റെ ജീവിത രീതി. ആ സ്വഹാബത്തിന്റെ വിശദീകരണവും ജീവിത മാതൃകനുസരിച്ച് കൈകെട്ടണം ഒക്കെ നെഞ്ചിന്റെ താഴെ. ലോകത്തിൽ 1,00,000-ൽ പരം സ്വഹാബികൾ, ഓരോ സ്വഹാബികളും നെഞ്ചിന്റെ മീതെ കൈകെട്ടണം എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ മുജാഹിദിന് നെഞ്ചത്ത് കൈകെട്ടൽ വെട്ടി മാറ്റേണ്ടി വരും. തറാവീഹ് 20 റക്അത്ത് അതോ 8 റക്അത്തോ? അത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വിശദീകരിച്ചുകൊണ്ട് നമുക്ക് മാതൃക കാണിച്ച സ്വഹാബത്ത് എത്ര നിസ്കരിച്ചത്? സ്വഹാബത്ത് നിസ്കരിച്ചത് സ്വഹീഹായ സനദ് സായിബുൻ യസീദ് റളിയല്ലാഹു റിപ്പോർട്ട് കാനു യഖൂമുന ഫി അഹദി ഉമർ ബിൻ ഖത്താബ് 20 റക്അ. ഉമർ ഫാറൂഖ് തങ്ങളുടെ കാലഘട്ടത്തിൽ സ്വഹാബത്ത് 20 റക്അത്ത് നിസ്കരിച്ചത്. 3 റക്അത്ത് വിത്റും 20 റക്അത്ത് തറാവീഹും. ആ സ്വഹാബത്തിന്റെ മാതൃക 20 + 3 23. ഇത് സുന്നി ശരി. മുജാഹിദിന്റെ 8, ഹദീസ് ദുർവ്യാഖ്യാനം തെറ്റ് വെട്ട്. ജുമാക്ക് 2 ബാങ്ക്. സുന്നത്ത് ജമാഅത്തിന് മുസ്ലിം ലോകത്തെ ജനകോടികളെ പള്ളികളിൽ 2 ബാങ്ക് വിളിക്കുന്നു. ഇവിടെ എന്താ സ്വഹാബത്തിന്റെ മാതൃക? സ്വഹാബത്തിന്റെ മാതൃക 2 ബാങ്ക്, അത് ശരി. ഖുർആനും ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് 1 ബാങ്ക്, അത് തെറ്റ്, അത് വെട്ടിമാറ്റി. ഇങ്ങനെ വരിവരിക്കുന്നത് എണ്ണിയാൽ സുന്നി ശരി മുജാഹിദ് തെറ്റിന് എവിടെ കിട്ടാന്നോ? ഈ ഖുർആനും ഹദീസ് വിശദ സ്വഹാബത്ത് എന്തായിരുന്നു? സ്വഹാബത്ത് മോശക്കാരല്ലാതെ മാത്രമേ എല്ലാവരും നല്ലവരാ. അസ്സഹാബത്ത് കുല്ലുഹും ഉദൂൽ, എന്റെ സ്വഹാബത്ത് മുഴുവനും നീതിമാന്മാരാണെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുത്ത് മുഹമ്മദ് മുസ്തഫ. എത്ര ഹദീസാ! അസ്ഹാബി കന്നുജൂം ഫബി അയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും, എന്റെ സ്വഹാബത്ത് നക്ഷത്ര തുല്യരാണ്, നിങ്ങൾ ഏത് സ്വഹാബിയെ പിൻപറ്റിയാലും നിങ്ങൾക്ക് സന്മാർഗം കിട്ടുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. വേറെ ഹദീസ്, ബുഖാരിന്റെ ഹദീസ്, അല്ലാഹു ഫി അസ്ഹാബി, പടച്ച റബ്ബിനെ പേടിക്കണേ എന്റെ സ്വഹാബത്തിന്റെ കാര്യത്തിൽ. അല്ലാഹു ഫി സഹാബി തങ്ങൾ 3 വട്ടം ആവർത്തിച്ചിട്ട് പറയുന്നു, ലാ തത്തഖിദുഹും ഗറളം മിൻ ബഅദി, എന്റെ കാലശേഷം നിങ്ങൾ സ്വഹാബത്തിനെ ആക്ഷേപത്തിന് ശരവ്യമാക്കി മാറ്റരുതേ, അവരെ കുറ്റപ്പെടുത്തരുതേ. ഫമൻ അഹബ്ബഹും ഫബിഹുബ്ബി അഹബ്ബഹും, എന്റെ സ്വഹാബത്തിനെ ഇഷ്ടപ്പെട്ടാൽ എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇഷ്ടപ്പെട്ടത്. ഫമൻ അബ്ഗദഹും ഫബിബുഗ്ദി അബ്ഗദഹും, എന്റെ സ്വഹാബത്തിനെ വെറുത്താൽ അവർക്ക് വഴിതെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ എന്നോടുള്ള വെറുപ്പ് കൊണ്ടാണ് അവരെ വഴിതെറ്റിപ്പോയി എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്റെ സ്വഹാബത്തെ നിങ്ങൾ ആക്ഷേപത്തിന് ശരവ്യമാക്കി മാറ്റരുത് എന്ന് അള്ളാഹുന്റെ ഹബീബ് പറഞ്ഞിട്ട് പറയുന്നു, ലൗ അന്ന അഹദകും അൻഫഖ മിസ്ല ഉഹുദിൻ ദഹബ, നിങ്ങളിൽ ഒരാൾ ഉഹുദ് പർവ്വതത്തിന് സമാനമായി സ്വർണത്തിന്റെ ബിസ്ക്കറ്റുകൾ അട്ടി വെച്ചിട്ട് ദാനം ചെയ്താലും മാ ബലഗ മുദ്ദ അഹദിഹിം വലാ നസീഫ, എന്റെ സ്വഹാബത്ത് തന്റെ കൈക്കുമ്പിൾ കൊണ്ട് ഇത്ര ചെലവഴിച്ചാൽ അതിന്റെ പകുതിയോടും തുല്യമാകയില്ലെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. സ്വഹാബത്ത് മഹാന്മാരുടെ എത്ര ഹദീസാ, എത്ര ഹദീസുകൾ! വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഅഹും ബിഇഹ്സാൻ. ഇസ്ലാമിൽ സ്വഹാബികൾ 2 വിഭാഗം, ഒന്ന് മുഹാജിറുകൾ, മറ്റൊന്ന് അൻസാരികൾ. ആ മുഹാജിറുകളും അൻസാരികളുമായ സ്വഹാബത്തിനെ നല്ല നിലയിൽ പിൻപറ്റിയ ആളുകൾ മൊത്തം ഖുർആൻ പറയാ റളിയല്ലാഹു അൻഹും, അല്ലാഹുവിന് അവരെ പൂർണ്ണമായും ഇഷ്ടമാണ്. വറളു അൻഹു, അവർക്ക് അല്ലാഹുവിനും ഇഷ്ടമാണ്, അവർക്കൊക്കെ സ്വർഗമാണെന്ന് വിശുദ്ധ ഖുർആൻ. അമ്മാതിരി ആൾക്കാരാ സ്വഹാബത്ത്. ആ സ്വഹാബത്തിന്റെ വിശദീകരണം സ്വീകരിച്ചാൽ നമുക്ക് യഥാർത്ഥ ആൻസർ കിട്ടും ഖുർആന്റെ ഹദീസിന്റെ. അവരെ മറികടന്ന് സ്വന്തമായ ഖുർആനും ഹദീസും വ്യാഖ്യാനിച്ചാലോ തെറ്റുപറ്റുന്ന കാര്യം സുനിശ്ചിതം. ഞാൻ ചെറിയ ചില സാമ്പിളുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ സുഹൃത്തുക്കളെ, പ്രശ്നത്തിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. നമുക്ക് മുസ്ലിമീങ്ങൾക്ക് ഒരു ദിവസം എത്ര വഖ്ത് നിസ്കാരം അല്ലാഹു നിർബന്ധാക്കിയത്? 5 വഖ്ത് നിസ്കാരം. ഈ 5 വഖ്ത് നിസ്കാരം
യാത്രക്കാർക്ക് ചില ആനുകൂല്യങ്ങൾ, ഇളവുകൾ, കൺസെഷൻ അല്ല കൊടുത്തിട്ടുണ്ട് അള്ളാഹു റസൂലും. യാത്രക്കാരാണെങ്കിൽ 4 റക്അത്ത് നിസ്കാരം എത്രയാക്കി ചുരുക്കാം? 2 റക്അത്താക്കി വെട്ടിച്ചുരുക്കാം. മാത്രമല്ല 4 നിസ്കാരങ്ങൾ, 2 നിസ്കാരം ഒരുമിച്ച് നിസ്കരിക്കും ചെയ്യാം, ജമ്മാക്കുക എന്നറിയും. ളുഹറും അസ്റും ആണെങ്കിൽ ളുഹറിന്റെ സമയത്ത് നിസ്കരിക്കാം, അല്ല അസറിന്റെ സമയത്താണ് ളുഹർ നിസ്കരിക്കുക, അങ്ങനെ നിസ്കരിക്കാം. മഗ്രിബ് ഇശി മഗ്രിബിന്റെ സമയത്ത് നിസ്കരിക്കാം, അല്ല ഇശാന്റെ സമയത്താണെങ്കിൽ അങ്ങോട്ട് നീട്ടിയും വെക്കാം. 2 നേരം നിസ്കരിക്കാൻ മതി. സുബ്ഹി ഏതാ സമയത്ത് നിസ്കരിക്കണം. അപ്പൊ 2 റക്അത്താക്കി വെട്ടിച്ചുരുക്കും ചെയ്യാൻ 4 റക്അത്തുണ്ടത്, 2 ഒരുമിച്ച് നിസ്കരിക്കും ചെയ്യാൻ. ഈ 2 ആനുകൂല്യമുണ്ട് യാത്രക്കാർക്ക്. ഈ യാത്രയുടെ ആനുകൂല്യം കിട്ടണമെങ്കിൽ എല്ലാ യാത്രക്കും പറ്റുമോ? നമ്മളിവിടുന്ന് മലപ്പുറം പോയി ഇറങ്ങണം, ആ യാത്രയിൽ ഖസ്ർ ജമ്മുവാക്കാൻ പറ്റുമോ? ഇല്ല. 2 മർഹല ദൂരം വരുന്ന യാത്രയാണ്. 2 മർഹല ദൂരം വരുന്ന യാത്ര എന്നാണ് ശരീഅത്തിൽ പറയുന്നത്. ഏകദേശം നമ്മുടെ നാട്ടിലെ കണക്ക് 132 കിലോമീറ്റർ. 132 കിലോമീറ്റർ ദൈർഘ്യമുള്ള യാത്ര ഒരാൾ പോയി വരികയാണെങ്കിൽ അയാൾക്ക് ഈ ആനുകൂല്യങ്ങളൊക്കെ എടുക്കാം, എല്ലാവർക്കും ആനുകൂല്യം എടുക്കാം. ഈ ആനുകൂല്യങ്ങൾ 4 മദ്ഹബുകളും ഏകകണ്ഠമായി പറയുന്നു. ഈ 2 മർഹല ദൂരം ഉണ്ടെങ്കിലേ ഖസ്റാക്കാൻ പറ്റുള്ളൂ. 4 റക്അത്ത് നിസ്കാരം 2ആക്കി ചുരുക്കണമെങ്കിൽ ഈ 2 മർഹല 132 കിലോമീറ്റർ ദൂരമാണെന്നുള്ള കാര്യത്തിൽ ഈ ഖുർആനും ഹദീസും സ്വഹാബത്ത് ക്രോഡീകരിച്ച് വെച്ച 4 മദ്ഹബുകളും ഏകകണ്ഠമായി പറയുന്നു. മിനിമം 132 കിലോമീറ്റർ വേണം, 2 മർഹല വേണം. നമ്മളെ മുജാഹിദും ജമാഅത്തും എത്ര പറയണം? മുജാഹിദ് എന്താ പറയണത്? മുജാഹിദ് പറയണത് 2 മർഹല ഒന്നും വേണ്ട, 5 കിലോമീറ്റർ പോയാൽ തിരിച്ചു വരികയാണെങ്കിലും എന്താക്കാം? ഖസ്റു ആക്കാം, ജമ്മു ആക്കാം. 5 കിലോമീറ്റർ പറഞ്ഞപ്പോൾ എത്രയപ്പത്? ഇവിടുന്ന് നമ്മുടെ വടക്കേമണ്ണക്ക് 5 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ, അത്രല്ലേ? അവിടുന്ന് വടക്കേമണ്ണ ഒരാൾ പോയി വരികയാണെങ്കിൽ അയാൾക്ക് നിസ്കാരം എന്താക്കാം? ഖസ്റു ആക്കാം, ജമ്മു ആക്കാം. ഇതിന്റെ ഗൗരവം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവർ പഠിപ്പിക്കുന്ന മസല എന്ന് പറഞ്ഞാൽ ഇവരെ ആനുകാലികൾ എഴുതുക മാത്രമല്ല, ഇവരെ മദ്രസയിൽ പഠിപ്പിക്കുന്ന പുസ്തകം KN എന്ന് പറഞ്ഞ കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന ഔദ്യോഗിക വിഭാഗത്തിന്റെ മദ്രസകളിൽ 6ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ എന്ന മലയാള പുസ്തകങ്ങൾ കുട്ടികളെ മദ്രസ ബുക്കിൽ പഠിപ്പിക്കുക. ഈ മക്കൾ എങ്ങനെ വഴിതെറ്റാതിരിക്കും? എങ്ങനെ മുജാഹിദ് എന്നാ നേരാകുക? നിങ്ങൾ ചിന്തിക്ക്. ഞാൻ അവരെ കുറ്റപ്പെടുത്തല്ല, ഞാൻ ചിന്തിക്കാൻ വേണ്ടി പറയാം. ആ പുസ്തകത്തിൽ ശരിക്ക് ഖസ്ർ നിസ്കാരം ചുരുക്കി നിസ്കരിക്കുന്നതിനെ കുറിച്ചുള്ള പാഠത്തിൽ പറയുന്നുണ്ട്, യാത്ര ചെയ്യുന്ന ആളുകൾക്ക് 4 റക്അത്തുള്ള നിസ്കാരം 2ആക്കി ചുരുക്കാൻ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. ആ യാത്രക്ക് ഇത്ര ദൂരം വേണം എന്നൊന്നും നിർണയിക്കപ്പെട്ടിട്ടില്ല. ഏറ്റവും ചുരുങ്ങിയ ഒരു ഉദാഹരണം കൊടുക്കുക. സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസ് ദൂരം കാണണമെങ്കിൽ അൻ അനസ് റളിയല്ലാഹു അൻഹു قال كان رسول الله صلى الله عليه وسلم اذا سافر 3 اميال صلى ركعتين. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 മൈൽ യാത്ര ചെയ്താൽ തന്നെ സല്ലല്ലാ റക്അത്തൈനി 4 റക്അത്ത് നിസ്കാരം 2ആക്കി നിസ്കരിക്കാറുണ്ടായിരുന്നു. റവാഹുൽ ബുഖാരി. ആ ഖുർആൻ സുന്നത്ത് നോക്കുക. നമ്മൾ ഇമാമിങ്ങളെ ഹോജാക്കന്മാരെ കിതാബ് നോക്കണ്ട, അവരെ ശറഹും വിശദീകരണം നോക്കണ്ട. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ്, ബുഖാരിന്റെ ഹദീസ് എന്താണത്? 3 മൈൽസ് യാത്ര ചെയ്താൽ തന്നെ തങ്ങൾ എന്ത് ചെയ്തു? ഖസ്റുവാക്കും, ജമ്മുവാക്കും. 3 മൈൽസ് പറഞ്ഞാൽ ഏകദേശം എത്ര കിലോമീറ്റർ ആണോ? 5 കിലോമീറ്റർ. അപ്പൊ അത് മതിയല്ലോ. പഠിപ്പിച്ചു കൊടുക്കുന്ന ബാലപാഠമാണ് ഇത്. മാത്രമല്ല ഇതാണ് അവരുടെ നിത്യജീവിതത്തിലെ പ്രാവർത്തികമാക്കിക്കൊണ്ടേയിരിക്കുന്ന കേസാണ്. ഞാൻ അനുഭവസ്ഥനാണ്. ഞാൻ അറബിക് കോളേജിലെ അധ്യാപകനാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അറബിക് കോളേജ് അധ്യാപകരുടെ മീറ്റിങ്ങുകൾ പലപ്പോഴും ചേരും, പല സമിതികളും ചേരും. ഈ അറബിക് കോളേജുകൾ 11 ഗവൺമെന്റ് അംഗീകരിച്ച കോളേജുകൾ 9 മുജാഹിദ, 2 സുന്നിയുള്ളൂ. ശരാശരി അധ്യാപകരിൽ മഹാഭൂരിപക്ഷവും മുജാഹിദാണ്. അവിടെ മീറ്റിങ്ങിന്റെ ഇടയിൽ ളുഹറിന്റെ സമയമാകുമ്പോ അവരെന്ന് പറയും ഫൈസി പോയി നിസ്കരിച്ചു വരും, ഞങ്ങൾ പിന്നെ ജമ്മും ഖസ്റുമാണ്, അവർക്ക് നിസ്കരിക്കണ്ട. മറ്റ് കോളേജുകൾ ഉത്തരവാദപ്പെട്ട അധ്യാപകരും പ്രിൻസിപ്പൾമാരായി പറയുന്നത്, ഒന്ന് ഫറൂഖ് എന്ന് പറഞ്ഞാൽ 12 കിലോമീറ്റർ ഉണ്ടാവും ഫറൂഖ് അങ്ങോട്ട്, ഒന്ന് പുളിക്കുന്ന യൂണിവേഴ്സിറ്റിക്ക് വരുന്നത് ഒരു 10-18 കിലോമീറ്റർ ഉണ്ടാവും. ഈ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ വരുന്ന ഈ മൗലവിമാർ അവർ ഖസ്റും ജമ്മു ആക്കി നിസ്കരിക്കണം. അവർ ഖസ്റാക്കാണ്. 4 റക്അത്ത് നിസ്കാരം 2ആക്കാം. എന്താ 5 കിലോമീറ്റർ ആണെങ്കിലും നിസ്കാരത്തിൽ ഖസ്റാക്കാമെന്ന മസല. എന്റെ പ്രിയപ്പെട്ടവരെ, മുജാഹിദ് പ്രസ്ഥാനത്തിന് എവിടെയാണ് ഈ തെറ്റ് സംഭവിച്ചത് നോക്കിക്കോ. 4 മദ്ഹബുകളും ഏകകണ്ഠമായി സ്വഹാബത്ത് വിശദീകരിച്ചതനുസരിച്ച് 2 മർഹല ദൂരമുണ്ടെങ്കിൽ മാത്രമേ 4 റക്അത്ത് നിസ്കാരം 2ആക്കി ചുരുക്കാവൂ എന്ന് കണിശമായി പറയുമ്പോൾ, അല്ല
കേവലം 132 കിലോമീറ്റർ വേണ്ട, 100 കിലോമീറ്റർ വേണ്ട, 50 കിലോമീറ്റർ വേണ്ട, 10 കിലോമീറ്റർ വേണ്ട, കേവലം 5 കിലോമീറ്റർ വടക്കേ വെണ്ണയിൽ പോയി വരുന്ന ഒരാൾ അവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി ഇങ്ങനെ വൈകുന്നേരം വരികയാണെങ്കിൽ അയാൾക്ക് ഖസ്റോ ജമ്മുആക്ക ഒറ്റ വഖത്തിൽ ഈ 2 റക്അത്ത് നിസ്കാരം ളുഹ്റും അസ്റും കഴിഞ്ഞു, ഖലാസ്, നിസ്കാരം വഖത്തിൽ നിസ്കരിക്കണ്ട എന്ന് പഠിപ്പിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം എവിടെ നിന്ന് കിട്ടി? ഒരു സംശയം വേണ്ട, സ്വന്തം വ്യാഖ്യാനിച്ചതോട് കിട്ടിയതാണ്. അവർ ആ ഹദീസ് നേർക്കുന്നതിന് അർത്ഥം വെച്ചു, കിട്ടിയത് സ്വീകരിച്ചു. ഇനി 4 മദ്ഹബിന്റെ ഇമാമുകളും സ്വഹാബത്തിന്റെ വിശദീകരണം സ്വീകരിച്ചു. അവരെ സ്വഹാബത്തിന്റെ വിശദീകരണം എന്താ? സ്വഹാബത്തിന്റെ വിശദീകരണം അറിയുമ്പോൾ ഈ മസ്അല ഒന്ന് പഠിച്ചു വെച്ചോ, നമുക്കൊക്കെ നല്ലതാ. എൻ്റെ ഉമ്മമാർ, എൻ്റെ സഹോദരിമാർ, എൻ്റെ സഹോദരന്മാർ, ഇൽമു പഠിക്കാൻ അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ ദുനിയാവിലില്ല. വല്ലാത്ത പുണ്യ. ഒരൊറ്റ ഇൽമു നമ്മൾ പഠിച്ചുണ്ടാക്കിയാൽ എത്രയോ സുന്നത്ത് നിസ്കരിക്കുക എന്നതിനേക്കാളും പുണ്യമുള്ള കാര്യമാണ്, വലിയ അമല. നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരാ. ഇപ്പൊ ഇത് ഈ മഹലിൽ നിന്ന് നമ്മൾ യാത്ര പോവുക, 132 കിലോമീറ്റർ മിനിമം ദൂരമുള്ള ഒരു യാത്ര എന്ന് വിചാരിക്ക്. ഉദാഹരണം, തിരുവനന്തപുരത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. തിരുവനന്തപുരത്തേക്ക് നമ്മൾ ആവശ്യത്തിന് വേണ്ടി പോകാൻ തീരുമാനിച്ചു. കാലത്ത് യാത്ര പുറപ്പെടുക. ഈ യാത്ര പുറപ്പെടുമ്പോൾ അത് 132 കിലോമീറ്റർ ദൂരം കൂടുതലുള്ള യാത്രയെന്ന് ഉറപ്പ്. നമ്മൾ പോയി തിരിച്ചു വരുന്നവരെ ഖസ്റുആക്ക ജമ്മുആക്ക നിസ്കാരം. പക്ഷെ ഈ ആനുകൂല്യം യാത്രക്കാർക്ക് കിട്ടണമെങ്കിൽ സ്വന്തം താമസിക്കുന്ന മഹലിന്റെ ബോർഡർ വിട്ട് കിടക്കണം, അതിർത്തി വിട്ട് കിടക്കണം. ഇതാ മസല. അപ്പൊ നിങ്ങളുടെ ഈ മഹലിന്റെ അതിർത്തി കഴിഞ്ഞ് അടുത്ത മഹൽ ഏതാണ്? തൊട്ടപ്പുറത്തെ മഹല് വലിയാട്. വലിയാട് മഹലിൽ എത്തിയാലേ നിങ്ങൾക്ക് ഈ ആനുകൂല്യം ഉപയോഗിക്കാവൂ. ഇപ്പൊ നിങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ടു, ഞാൻ തിരുവനന്തപുരത്തേക്കാണ് പോണത്, ഇപ്പൊ ഇവിടെ തന്നെ ളുഹ്റും അസ്റും 2 റക്അത്ത് നിസ്കരിച്ച് പോട്ടെ എന്ന് വെക്കാൻ പറ്റൂല. വലിയാട് എത്തിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഈ ആനുകൂല്യം ഉപയോഗിക്കാം. യാത്ര തുടങ്ങിയപ്പോ ഈ മഹലോട് കഴിയണം യാത്രക്കാരനായി കണക്കൂട്ടണം. ഇനി തിരുവനന്തപുരത്തൊക്കെ പോയി അവിടെ ഒരു ദിവസം തങ്ങി തിരിച്ചിങ്ങനെ വന്നു നിങ്ങൾ യാത്ര ഖസ്റും ജമ്മുആക്കി ഇങ്ങനെ നിസ്കരിച്ച് പോന്നു വലിയാട് കഴിയുന്ന വരെ നിങ്ങൾക്ക് എന്താക്കാം? ഈ ഖസ്റും ജമ്മുവും പറ്റും. മഹലിന്റെ ബോർഡറിൽ കടന്നാലോ ആ ആനുകൂല്യം നഷ്ടപ്പെട്ടു. ഇതാ മസല. മഹാന്മാരായ ഖുർആന്റെയും ഹദീസിന്റെ വ്യാഖ്യാതാക്കൾ പറയുന്നു, ഈ മുജാഹിദ് പറഞ്ഞ ഈ ഹദീസ് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സാഫറ സലാത്ത അംയാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 മൈൽസ് യാത്ര ചെയ്താൽ തന്നെ സ്വല്ലാ റക്അത്തൈനി 2 റക്അത്ത് നിസ്കരിച്ചിരുന്നു. 4 എന്ന് പറഞ്ഞാൽ വിശുദ്ധ മദീനയിലാ തങ്ങൾ താമസിക്കുന്നത്. മദീനയിൽ നിന്ന് യാത്ര ഇങ്ങനെ പോകുമ്പോൾ ആദ്യത്തെ മഹല്ലാണ്, ഈ മദീന കഴിഞ്ഞുള്ള മഹല്ലാണ് ദുൽഹുലൈഫ. ദുൽഹുലൈഫയുടെ മഹലിന്റെ പേര് ഇന്നത്തെ പേര് അബയാർ അലീന. പോയ ആളുകൾക്കറിയാം. ഈ മദീനയിൽ നിന്ന് അടുത്ത മഹല്ലായ ദുൽഹുലൈഫയിലേക്ക് അബയാർ അലിയിലേക്ക് ഈ പറയുന്ന 5 കിലോമീറ്റർ 3 മൈൽസാണുള്ളത്. അപ്പൊ നബിത്തങ്ങളെ കുറിച്ച് ഹദീസിൽ പറയുന്നത്, നബിത്തങ്ങൾ യാത്ര പോകുന്ന സമയത്ത് മദീനയിൽ നിന്ന് ഖസറാക്കാറില്ല. മദീന ഇങ്ങനെ കഴിഞ്ഞ് അടുത്ത മഹലിലേക്ക് എത്തി 5 ഇതാ സാഫറ സലാത്ത് അമ്യാൽ 3 മൈൽസ് പിന്നിട്ട് വലിയാട്, ഇവിടുത്തെ വലിയാടാണ് അവിടുത്തെ ദുൽഹുലൈഫ. ദുൽഹുലൈഫയിലേക്ക് എത്തിയാലേ സ്വല്ലാ റക്അത്തെ 2 റക്അത്താക്കി നിസ്കരിക്കും, ചുരുക്കാൻ തുടങ്ങും. യാത്ര അവസാനിപ്പിച്ചു അവിടെ അല്ല. ഹദീസിൽ വേറെ ഹദീസുകൾ പറയുന്നുണ്ട് റസൂലുള്ള പോയിരുന്നത് എവിടേക്കാണ്? ഖൈബർക്കാണ്. റസൂലുള്ള പോയിരുന്നത് എവിടേക്കാണ്? മക്കത്തേക്കാണ്. റസൂലുള്ള പോയിരുന്നത് എവിടേക്കാണ്? ഹുദൈബിയക്കാണ്. റസൂലുള്ള പോയിരുന്നത് എവിടേക്കാണ്? അറഫീക്കാണ്. അത് വേറെ ഹദീസുകളുണ്ട്. യാത്ര അവസാനിപ്പിച്ചതല്ല. കാന ഇദാ സാഫറ സലാത്ത അംയാൽ 3 മൈൽസ് യാത്ര ചെയ്താൽ തന്നെ സ്വല്ലാ റക്അത്തൈൻ 4 റക്അത്ത് നിസ്കാരം രണ്ടാക്കുന്ന അടുത്ത മഹല്ലുകൾ എത്തിയ ദുൽഹുലൈഫയ്ക്ക് എത്തിയ 4 റക്അത്ത് 2 നിസ്കരിക്കാറുണ്ട് എന്നാ പറഞ്ഞ മസല. അല്ല, അവിടെ യാത്ര അവസാനിപ്പിച്ച് തിരിച്ചു വരുമ്പോൾ 4 2 എന്നല്ല എന്ന് ഈ ഹദീസിന്റെ വ്യാഖ്യാതാക്കൾ ആധികാരികമായി രേഖപ്പെടുത്തിയതനുസരിച്ച് 4 മദ്ഹബും ഏകകണ്ഠമായി 4 റക്അത്ത് 2 വെട്ടിച്ചുരുക്കണമെങ്കിൽ 2 മർഹല ദൂരം വരുന്ന യാത്രയിലേ പറ്റൂ എന്ന് പറയുമ്പോൾ കണ്ട സ്വഹാബികളെ നിങ്ങളവിടെ നിൽക്ക്, കേട്ട ഞങ്ങൾ പറയട്ടെ, അതിങ്ങനെ തന്നെയാണ്. 5 കിലോമീറ്റർ ഖസ്റും ജമ്മുആക്ക തിരിച്ചു പോന്നാലോ എന്ന് മുജാഹിദ് പ്രസ്ഥാനം പറയുമ്പോൾ തെറ്റ് പറ്റിയിട്ടില്ല സഹോദരന്മാരെ. ഈ തെറ്റ് നിസ്സാരമായ തെറ്റാ. ഈ മക്കൾ പഠിപ്പിക്കല്ലേ മദ്രസയിൽ? ഇവരെ പ്രഭാഷണങ്ങൾ പഠിപ്പിക്കല്ലേ ചെയ്യുന്നത്? ഇവർ ആനുകാലികൾ ഇതല്ലേ എഴുതിക്കൊണ്ടിരിക്കുന്നത്? ഈ ആളുകൾ മുഴുവൻ വഴിതെറ്റ ഒരൊറ്റ വഖ്ത് നിസ്കാരം മര്യാദക്ക് സമയം വിട്ട് തെറ്റിച്ചാൽ എന്തായാലും ശിക്ഷ? വേറെ തെറ്റ് വ്യഭിചരിച്ചാൽ പോലും വിവാഹിതൻ വ്യഭിചരിച്ചാൽ എറിഞ്ഞു കൊല്ലിടില്ല. വിവാഹിതനെ എറിഞ്ഞു കൊല്ലുള്ളൂ. 100 അടി അതിനുള്ള സംവിധാനങ്ങളുടെ ശിക്ഷ. തല ഛേദിക്കണം എന്നാ വിശുദ്ധ ഖുർആന്റെ നിയമം, ഇസ്ലാമിന്റെ നിയമം. അമ്മാ
ഇമാതിരി ഗുരുതരമായ തെറ്റ് ജീവിതത്തിലുടനീളം ചെയ്യാൻ പാവപ്പെട്ട ഈ നിരപരാധികളായ വിവരമില്ലാത്ത മുസ്ലിമീങ്ങളെ പഠിപ്പിക്കുന്ന കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ ഗുരുതരമായ ആദർശ വ്യതിയാനം അവർക്ക് എവിടുന്ന് കിട്ടി? ഖുർആനും ഹദീസും സ്വന്തമായി വ്യാഖ്യാനിച്ചതുകൊണ്ട്. ഞാൻ പറയുന്നതിൽ അപാകൻ അവരുടെ പുസ്തകങ്ങൾ, അവരുടെ ഈ പറഞ്ഞ രേഖകളൊക്കെ എന്റെ കൈവശമുണ്ട്. എനിക്ക് ബോധ്യപ്പെട്ട കാര്യം മാത്രമേ ഞാൻ പറയുന്നത്. നിസ്സാര വിഷയമായി കാണാൻ പറ്റുമോ സഹോദരന്മാരെ? മുജാഹിദ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് സത്യസന്ധമായി ചിന്തിക്കുന്ന സുഹൃത്തുക്കളിനെ ചിന്തിക്കേണ്ട അവസ്ഥ അത് ഗൗരവതരമായ കാര്യമാണ്. ഈ വേറെ സാമ്പിൾ ഞാൻ പറയട്ടെ, ഒന്നുകൂടി നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രണ്ടാമത്തെ ഉദാഹരണം. റമദാൻ മാസം നോമ്പ് വരാൻ പോകുക. റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ശഅബാനും കഴിഞ്ഞ് വിശുദ്ധ റമദാൻ അർഹിക്കുന്ന വിധം ആദരിക്കാനും ഉപയോഗപ്പെടുത്താനും നമുക്ക് ഏവർക്കും ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.